ഒരുപാട് വാക്കുകളുണ്ട് ബുദ്ധൻ്റേത്. എന്നാലും 2 വാക്കുകൾ വളരെ പ്രധാനമാണ്. ഒന്ന്, അത് ഉപേക്ഷിക്കുക. 2, നിലത്തിരിക്കുക. കേട്ടിട്ടുണ്ടോ അങ്ങനെ ബുദ്ധൻ്റെ കഥകളോ മറ്റോ? നമ്മുടെ വിഷയമൊന്നുമല്ല, നിങ്ങൾ നിലത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു എന്നുള്ളതേ ഉള്ളൂ. ഒന്ന്, അത് ഉപേക്ഷിക്കുക എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. അത് ഉപേക്ഷിക്കുക. അത് ബുദ്ധൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, അത് ഉപേക്ഷിക്കുക എന്ന്. പലരോടും പറഞ്ഞു അത് ഉപേക്ഷിക്കുക. പലരും ഇങ്ങനെ നേരിട്ട് ചോദിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടി മനസ്സിൽ കൊണ്ട് ചോദിച്ചു, എന്തുപേക്ഷിക്കാനാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു. നിലത്തിരിക്കുവാൻ പറഞ്ഞു ബുദ്ധൻ. പക്ഷെ അത് രണ്ട് പറഞ്ഞത് നമ്മൾ കേൾക്കുമ്പോൾ ഉള്ള ഒരു അർത്ഥത്തിലായിരുന്നില്ല. പ്രസേനജിത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് ബുദ്ധനെ കാണാൻ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. പ്രസേനജിത്ത് ബുദ്ധ ഭഗവാൻ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ നാട് ഭരിച്ചിരുന്ന രാജാവാണ് പ്രസേനജിത്ത് എന്ന് പറയുന്നത്. പ്രസേനജിത്തിനന്ന് ബുദ്ധനിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രസേനജിത്തിന്റെ ഭാര്യയ്ക്ക് ബുദ്ധനെ വലിയ വിശ്വാസമായിരുന്നു. പ്രസേനജിത്ത് പ്രജാക്ഷേമ തൽപരനായിരുന്നു. ആളുകളെയൊക്കെ എന്നും വിളിച്ചുകൂട്ടി, മന്ത്രിമാരെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് എന്നും മീറ്റിംഗ് ആണ്. എന്നും ഗംഭീരമായ മീറ്റിംഗ് വെക്കുമായിരുന്നു. മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഒക്കെ വെക്കുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ആളുകൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും പ്രസേനജിത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറയും, മനുഷ്യ, ഇങ്ങനെ എന്നും മീറ്റിംഗ് വിളിച്ചു കൂട്ടി സമയം കളയാതിരിക്കൂ. നിങ്ങൾ പോയി ബുദ്ധനെ കാണൂ. ബുദ്ധൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ബുദ്ധനെ പോയി കാണാൻ പറയും. പക്ഷെ പ്രസേനജിത്ത് അപ്പോഴൊന്നും പോയി കാണാനൊന്നും തയ്യാറായില്ല. ഭാര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു അവസാനം പ്രസേനജിത്ത് തീരുമാനിച്ചു, ഇങ്ങനെ ഒരാളുണ്ടല്ലോ, ബുദ്ധൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആളുകളൊക്കെ അദ്ദേഹത്തെ കാണാൻ പോകുന്നു, എങ്കിൽ പിന്നെ ഒന്ന് പോയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് പ്രസേനജിത്ത് പരിവാരങ്ങളോടുകൂടി ഒരു ദിവസം ആരെ കാണാൻ ഇറങ്ങി? ബുദ്ധ ഭഗവാനെ കാണാൻ ഇറങ്ങി. പ്രസേനജിത്ത് എന്ന് പറയുന്ന രാജാവല്ലേ കാണാൻ പോകുന്നത്? വെറും കൈയോടെ പോകാൻ പാടുണ്ടോ? നമ്മളൊക്കെ അങ്ങനെയാണ്. എവിടെയെങ്കിലും പോകുമ്പോ വെറും കൈയോടെ പോകാൻ പാടുണ്ടോ? കയ്യും വീശി അങ്ങ് പോകാം, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകണ്ടേ അല്ലേ? അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് ICU കിടക്കുന്ന ആളിന് പോലും നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോകും അല്ലേ? അതെന്തിനാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് നമ്മൾക്കും അറിയില്ല, അയാൾക്കും അറിയില്ല. പക്ഷെ വെറും കൈയോടെ എങ്ങനെ പോകും എന്നുള്ളൊരു ചിന്ത കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതും. അതുപോലെ പ്രസേനജിത്തും വിചാരിച്ചു, വെറുതെ എങ്ങനെ പോകുന്ന രാജാവല്ലേ. അതുകൊണ്ട് പ്രസേനജിത്ത് അനർഘമായ ഒരു രത്നം കയ്യിലെടുത്തു. വളരെ അനർഘമായ രത്നം, വിലമതിക്കാനാകാത്ത ഒരു രത്നം കയ്യിലെടുത്തു. വലം കയ്യിൽ ആ രത്നവും വെച്ചുകൊണ്ടാണ് പരിവാരങ്ങളോടുകൂടി പ്രസേനജിത്ത് ബുദ്ധഭഗവാനെ കാണാൻ വേണ്ടി ഇറങ്ങിയത്. ഇത് കണ്ടിട്ട് ഭാര്യയ്ക്ക് ചിരി വന്നു. പ്രസേനജിത്തിനോട് ഭാര്യ ചോദിച്ചു, നിങ്ങൾ ആരെ കാണാൻ പോകുന്നതാണ്? നിങ്ങൾ ബുദ്ധഭഗവാനെ കാണാൻ പോകുന്നതല്ലേ, നിങ്ങൾ എന്തിനാണ് ഈ രത്നവും കൊണ്ടുപോകുന്നത്? ബുദ്ധനെ നന്നായിട്ട് ഭാര്യയ്ക്ക് അറിയാം, ഇതൊന്നും ആവശ്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് പ്രസേനജിത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ രത്നവും കൊണ്ടുപോകുന്നത്? അദ്ദേഹത്തിന് അതൊന്നും വേണ്ട, അദ്ദേഹം ഇതൊന്നും സ്വീകരിക്കില്ല, അതുകൊണ്ട് രത്നമൊന്നും കൊണ്ടുപോകരുത് എന്ന് ഭാര്യ പറഞ്ഞു. അത് അദ്ദേഹത്തെ അവഹേളിക്കുന്നത് പോലെയാണ്. അങ്ങ് രാജാവായിരിക്കാം, പക്ഷെ ബുദ്ധനെ കാണാൻ പോകുമ്പോ ഇതുപോലെ രത്നമൊന്നും കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. പ്രസേനജിത്തിന് ഭാര്യ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് എന്ന് തോന്നിയിട്ടും രത്നം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അയാൾ വലം കയ്യിൽ രത്നം വെച്ചു. പക്ഷെ അയാൾ ഒരു പൂവ് കൂടെ കരുതി, ഇടം കയ്യിൽ ഒരു പൂവ് കൂടെ കരുതി. പൂവ് സ്വീകരിക്കാത്ത ഭിക്ഷുക്കളില്ലല്ലോ, സന്യാസിമാരില്ലല്ലോ. അതുകൊണ്ട് ഒരു കയ്യിൽ രത്നവും മറുകൈയിൽ പൂവുമായിട്ടാണ് പ്രസേനജിത്ത് ബുദ്ധനെ കാണാൻ പോകുന്നത് പരിവാര സമേതം. ബുദ്ധന്റെ ആലയത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഇതുപോലൊരു വലിയ ഹാളിൽ അദ്ദേഹം നിലത്തിരിക്കുകയായിരുന്നു. വെറുതെ നിലത്തിരിക്കുകയായിരുന്നു. അതുപോലെ തലയൊക്കെ മുണ്ഡനം ചെയ്ത, തലയൊക്കെ മുട്ടയടിച്ച ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. പ്രസേനജിത്ത് കൂടെ വന്ന ആളുകളോട് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, ഇതിലേതാണ് നമ്മൾ അന്വേഷിച്ചു വന്ന സാധനം? അത് പോയി എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു, ഇതിലേതാ നമ്മൾ അന്വേഷിച്ചു വന്നത്? അപ്പം ഇടയ്ക്ക് ഒരാളെ ചൂണ്ടിയിട്ട് കൂടെ നിന്ന ആൾ പറഞ്ഞു, അവിടെ സഭാമധ്യത്തിൽ എന്ന് തോന്നുന്ന തരത്തിൽ അവിടെ അങ്ങേയറ്റം ഇരിക്കുന്ന ആ ആളാണ് ഭഗവാൻ ബുദ്ധൻ. സൂക്ഷിച്ചു നോക്കി, ശരിയാ, എന്തോ ഒരു വല്ലാത്തൊരു ആകർഷണം ആ മുഖത്തുണ്ട്. കാഴ്ചയിൽ എല്ലാവരും തലമുണ്ഡനം ചെയ്തിരിക്കുന്നു, എല്ലാവരും ഒരേ വേഷം ധരിച്ചിരിക്കുന്നു. പക്ഷേ ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കുവാൻ പിന്നെ പ്രസേനജിത്തിന് കഴിഞ്ഞില്ല. അപ്പൊ അടുത്തു നിന്ന് ഒരു മന്ത്രി പ്രസേനജിത്തിനോട് പറഞ്ഞു, അങ്ങ് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലൂ, ബുദ്ധനരികിലേക്ക് ചെല്ലൂ, ബുദ്ധനെ വണങ്ങൂ, രാജാവ് ആദ്യം ചെന്നാൽ വണങ്ങണം.
പെട്ടെന്നാണ് പ്രസേനജിത്തൊന്ന് ഈ ബുദ്ധനിൽ നിന്നും കണ്ണു മാറ്റിയിട്ട് നടന്ന് ഭഗവാന്റെ അരികിൽ ചെന്നിട്ട് സാഷ്ടാംഗം പ്രണമിക്കാൻ ഒരുങ്ങി. സാഷ്ടാംഗം പ്രണമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? ഇല്ലേ? സാഷ്ടാംഗം പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ നിലത്ത് കിടന്ന് നമസ്കരിക്കുക. അതാണ് കിടന്ന് നമസ്കരിക്കുക എന്ന് മനസ്സിലായി. നിന്ന് തൊഴുതൂടെ? ഇത് കിടന്ന് എന്ത് ചെയ്യുക? തൊഴാം, ഇല്ലേ? അങ്ങനെ സാഷ്ടാംഗം നമസ്കരിക്കാൻ തയ്യാറായി. നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നില്ല എന്നുണ്ടോ? ഉണ്ടോ? മനസ്സിലാവോ? കുഴപ്പമില്ല. ഇംഗ്ലീഷിൽ പോണോ? നോ പ്രോബ്ലം. ഓക്കെ. ഇംഗ്ലീഷിൽ പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് വരും. അത് ആകെ ബുദ്ധിമുട്ടാവും. അപ്പോ ഇങ്ങനെ സാഷ്ടാംഗം നമസ്കരിക്കാൻ ഒരുങ്ങി. സാഷ്ടാംഗം നമസ്കരിക്കാൻ ഒരുങ്ങിയതിന് മുമ്പ് പ്രസേനജിത്ത് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന രത്നം ബുദ്ധന്റെ അരികിലേക്ക് വെക്കാൻ പോയി. ഇങ്ങനെ വെക്കാൻ പോയെന്നും ബുദ്ധൻ പറഞ്ഞു, അത് ഉപേക്ഷിക്കുക, അത് കളയുക എന്ന് പറഞ്ഞു. വളരെ വെറുതെ നിസ്സാരമായി പറഞ്ഞു, അത് കളയുക. അതൊരു ഓർഡർ ആയിരുന്നില്ല, അതൊരു ആജ്ഞയായിരുന്നില്ല, അപേക്ഷയുമായിരുന്നില്ല. ആജ്ഞയോ അപേക്ഷയോ കൂടാതെ ബുദ്ധൻ പറഞ്ഞു, അത് കളയുക. പ്രസേനജിത്ത് രത്നം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് മനസ്സിൽ കരുതി, ഭാര്യ പറഞ്ഞത് ശരിയാ, ഇയാൾക്ക് ഇതൊന്നും വേണ്ട. ഈ രത്നത്തിന്റെ വില എന്താണെന്ന് ഇയാൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ലോകം മുഴുവൻ വിലയ്ക്ക് വാങ്ങാം, അത്രമാത്രം വിലമതിക്കാനാകാത്ത രത്നമാണിത്. അത് അയാൾക്ക് വേണ്ട, അത് കളയാൻ. അയാൾ അവിടെ നിന്ന് കൂളായിട്ട് പറയുന്നത് കേട്ടോ, എന്താ ഈ രത്നം, അത് കളയാൻ. പ്രസേനജിത്ത് അടുത്തിരുന്ന ആളിന്റെ കയ്യിലേക്ക് അത് കൊടുത്തു. എന്നിട്ട് ഇടം കയ്യിൽ നിന്ന് വലം കൈയിലേക്ക് പൂവ് എടുത്തിട്ട് ഈ പൂവ് വെച്ച് നമസ്കരിക്കാൻ ഒരുങ്ങി. പൂവ് വെച്ച് പ്രണമിക്കാൻ ഒരുങ്ങിയപ്പോ അപ്പോഴും ബുദ്ധൻ ആജ്ഞയോ അപേക്ഷയോ കൂടാതെ പറഞ്ഞു, അത് കളയുക. പ്രസേനജിത്ത് മനസ്സിൽ കരുതി, പൂവ് കളയാൻ പറയുന്ന ഭിക്ഷു, ആളുകൾ പറയുന്നത് വെറുതെ അല്ല, ഇയാൾക്ക് സാരമായ എന്തോ ഒരു തകരാറുണ്ട്, ഒരു കുഴപ്പമുണ്ട്. അന്ന് കുറച്ചാളുകളെങ്കിലും പറഞ്ഞിരുന്നു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പ്രസേനജിത്ത് മനസ്സിൽ വിചാരിക്കുന്നു. പ്രസേനജിത്ത് അത് പിന്നീട് ദീർഘമായി പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. അടുത്തു നിന്ന് ആളിന്റെ കയ്യിലേക്ക് പൂവ് കൊടുത്ത് ശൂന്യമായ കൈകളോടുകൂടി വീണ്ടും നമസ്കരിക്കാൻ ഒരുങ്ങിയപ്പോൾ അപ്പോഴും ബുദ്ധൻ പറഞ്ഞു, അത് കളയുക എന്ന്. അപ്പോ പ്രസേനജിത്ത് രണ്ട് കൈകളിലേക്കും നോക്കി. ഇനി എന്ത് കളയുവാനാണ്? ഒന്നും കളയുവാനില്ല, കൈകളിലൊന്നുമില്ല. പെട്ടെന്ന് അയാൾ നോക്കുമ്പോഴത്തേക്കും രാജമുദ്രമോതിരം കയ്യിൽ കിടക്കുന്നു. അങ്ങനെ വലം കയ്യിൽ നിന്ന് അയാൾ മുദ്രമോതിരം ഊരി അടുത്തിരിക്കുന്ന ആളിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് നമസ്കരിക്കാൻ ഒരുങ്ങിയപ്പോ ബുദ്ധൻ വീണ്ടും പറഞ്ഞു, അത് കളയുക. പ്രസേനജിത്ത് ഉറപ്പിച്ചു, ഒന്നുകിൽ ഇയാൾക്ക് വട്ടാണ്, അല്ലെങ്കിൽ ഇയാൾ എന്തൊരു മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ? അത് കളയുക, അത് കളയുക. അങ്ങനെ ഈ മന്ത്രം ആകാമല്ലോ, നമുക്ക് പറയാം, എന്തും മന്ത്രമായി പറയാമല്ലോ. അങ്ങനെ പറയുകയാണ് എന്ന് പ്രസേനജിത്ത് വിചാരിച്ചു. ഇനി ഞാൻ എന്തുപേക്ഷിക്കുവാനാണ്? അയാൾ വീണ്ടും നോക്കിയപ്പോൾ ഇടം കയ്യിൽ അടുത്ത മറ്റൊരു മോതിരമുണ്ട്. അയാൾ ആ മോതിരവും ഊരി അടുത്തു നിന്ന ആളിനെ ഏൽപ്പിച്ചു. പിന്നെയും നമസ്കരിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും പിന്നെയും ബുദ്ധൻ പറഞ്ഞു, അത് കളയുക. പ്രസേനജിത്ത് ഉള്ളിൽ പല്ലെറിഞ്ഞി, എന്തോന്ന് കളയാൻ, തിരിച്ചു പോയാലോ എന്ന് പ്രസേനജിത്തിന് തോന്നി. കാരണം ഒരാളെ നമസ്കരിക്കാൻ ഒരുങ്ങുമ്പോഴെല്ലാം അയാൾ ചുമ്മാ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്താ? അത് കളയുക, അത് കളയുക. ഇനി എന്തോന്ന് കളയാൻ? പ്രസേനജിത്ത് ശരീരത്തെ മുഴുവൻ നോക്കി, ഞാനിനി എന്തുപേക്ഷിക്കുവാനാണ്? അയാൾ പാതുകം ധരിച്ചിരുന്നില്ല, ചെരുപ്പിട്ടിരുന്നില്ല. എങ്കിൽ ചെരുപ്പ് ഊരിക്കളയാമായിരുന്നു. ഇനി ആകെ ഉപേക്ഷിക്കുവാനുള്ളത് എന്തുമാത്രമാണ്? ധരിച്ചിരിക്കുന്ന കുപ്പായമാണ്. അത് ഊരിക്കളയുവാനായിരിക്കും ബുദ്ധ ഭഗവാൻ പറയുന്നത് എന്ന് വിചാരിച്ച് അയാൾ കുപ്പായത്തിന്റെ കൊടുക്കുകൾ എന്ത് ചെയ്യുവാൻ തുടങ്ങി? അഴിക്കുവാൻ തുടങ്ങി. അത് കണ്ടിട്ട് അങ്ങേയറ്റം ഇരുന്ന പടുവൃദ്ധനായ ഒരു ബുദ്ധ ഭിക്ഷു, അദ്ദേഹത്തിന്റെ പേര് സാരിപുത്തൻ എന്നായിരുന്നു, അയാൾ ഇത് കണ്ടിട്ട് പൊട്ടി ചിരിക്കുവാൻ തുടങ്ങി. കാരണം രാജാവ് ഓടിപ്പോയിരുന്നു. ആരുടെ മുമ്പിൽ നിന്നിട്ട്? ബുദ്ധ ഭഗവാന്റെ മുമ്പിൽ നിന്നിട്ട് രാജാവ് അദ്ദേഹം എന്ത് ചെയ്യുന്നു? നഗ്നനാവാൻ പോകുന്നു. കുറച്ചുകൂടെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അയാൾ എല്ലാം ഊരിക്കളയും.
അല്ലേ? ആ ഒരു അവസ്ഥ ഉണ്ടാവുന്നതോർത്ത് സാരിപുത്തന് ചിരി വന്ന് അയാൾ പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി. മുമ്പിൽ നിൽക്കുന്നതാരാ? രാജാവാ. രാജാവിന് അത് അവഹേളനമായി. പക്ഷേ പ്രസേനജിത്തിന് തോന്നിയത് എല്ലാവരും മിണ്ടാതിരിക്കുക, ഒരുത്തൻ ചിരിക്കെങ്കിലും ചെയ്തല്ലോ, അത് തന്നെ വലിയ ആശ്വാസം എന്ന് തോന്നി. പ്രസേനജിത്ത് ഓടി ഈ പൊട്ടിച്ചിരിച്ച സാരിപുത്തന്റെ അടുത്തേക്ക് ചെന്ന് തൊഴുകൈകളോടുകൂടി പറഞ്ഞു, അങ്ങ് ചിരിക്കുന്നു, അങ്ങ് എന്നെ അപമാനിച്ച് ചിരിക്കുന്നു, പക്ഷേ എനിക്കത് ആശ്വാസമാണ്. അങ്ങ് പറയൂ, ഞാൻ എൻ്റെ മുദ്രമോതിരങ്ങൾ ഉപേക്ഷിച്ചു, ഞാൻ എൻ്റെ കയ്യിലിരുന്ന അനർഘമായ രത്നം ഉപേക്ഷിച്ചു, ഞാൻ എൻ്റെ കയ്യിലിരുന്ന പൂവ് ഉപേക്ഷിച്ചു. എന്നിട്ടും ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുപേക്ഷിക്കുക. ഞാനിനി എന്താണ് ഉപേക്ഷിക്കേണ്ടത്? അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ. അങ്ങയെ കണ്ടിട്ട് തോന്നുന്നു അങ്ങ് വളരെ വയോവൃദ്ധനാണ്, അങ്ങ് മഹാപണ്ഡിതനാണ് എന്ന് തോന്നുന്നു. ഞാൻ നമിക്കുന്നു, എന്നെ അപമാനിക്കരുത്. പറയൂ, ഞാൻ എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഞാൻ എന്തുപേക്ഷിച്ചിട്ടാണ് ബുദ്ധനെ പ്രണമിക്കേണ്ടത് എന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്ന് യാചിച്ചു പ്രസേനജിത്ത്. സാരിപുത്തൻ ചിരി നിർത്താതെ ചിരിച്ചുകൊണ്ട് പിന്നെയും പറഞ്ഞു, പ്രസേനജിത്ത് എന്നല്ലേ അങ്ങയുടെ പേര്? പ്രസേനജിത്ത് പറഞ്ഞു, അതെ, ഞാൻ പ്രസേനജിത്താണ്. അങ്ങ് ഇവിടുത്തെ രാജാവല്ലേ? പ്രസേനജിത്ത് പറഞ്ഞു, അതെ, ഞാൻ രാജാവാണ്. സാരിപുത്തൻ പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങേക്ക് വിഷമം തോന്നരുത്. ഇത്രയും മണ്ടനായ ഒരു രാജാവിനെ ഞാൻ ആദ്യമായി കാണുകയാണ്. അതിലെനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. എന്തൊരു മണ്ടനാണ് നിങ്ങൾ? പ്രസേനജിത്തിനോട് നേരെ ചോദിച്ചു സാരിപുത്തൻ, നിങ്ങൾ എന്തൊരു മണ്ടനാണ്? രാജാവിന് ആ ചോദ്യമൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞു, അങ്ങ് പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സാരിപുത്തൻ പറഞ്ഞു, പ്രസേനജിത്തെ, മഹാരാജാവേ, അങ്ങയുടെ ബുദ്ധ ഭഗവാൻ പറഞ്ഞോ രത്നം ഉപേക്ഷിക്കുവാൻ? അങ്ങയുടെ ബുദ്ധ ഭഗവാൻ പറഞ്ഞോ പൂവ് ഉപേക്ഷിക്കുവാൻ? അങ്ങെന്തിനാണ് മുദ്രമോതിരമൊക്കെ ഊരിക്കളഞ്ഞത്? അങ്ങേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രസേനജിത്തിനൊന്നും മനസ്സിലായില്ല. പ്രസേനജിത്ത് പിന്നെയും ചോദിച്ചു, ഞാൻ രത്നം വെച്ച് നമിക്കാൻ ഒരുങ്ങിയപ്പോഴല്ലേ അത് ഉപേക്ഷിക്കാൻ പറഞ്ഞത്? പൂവ് വെച്ച് നമിക്കാൻ ഒരുങ്ങിയപ്പോഴല്ലേ അത് ഉപേക്ഷിക്കാൻ പറഞ്ഞത്? സാരിപുത്തൻ പറഞ്ഞു, മണ്ടനായ രാജാവേ, അങ്ങനെയൊന്നുമല്ല ഉണ്ടായത്. അങ്ങ് ഓരോ തവണ നമസ്കരിക്കാൻ ഒരുങ്ങുമ്പോഴും രത്നം ഉപേക്ഷിക്കുവാനോ പൂവ് ഉപേക്ഷിക്കുവാനോ അല്ല ബുദ്ധൻ പറഞ്ഞത്. അങ്ങ് ഓരോ തവണ പ്രണമിക്കാൻ ഒരുങ്ങുമ്പോഴും അങ്ങയുടെ മനസ്സിന്റെ ഭാരം, ഞാൻ രാജാവാണ് എന്ന ഭാരം, ആ ഭാരത്താലാണ് അങ്ങ് വീഴാൻ ഒരുങ്ങിയത്. ആ ഭാരത്താലാണ്, ആ ഈഗോയുടെ അതിശക്തമായ ഭാരത്താലാണ് അങ്ങ് പ്രണമിക്കാൻ ഒരുങ്ങിയത്. ആ ഭാരം ഉപേക്ഷിക്കാനാണ്, അതുപേക്ഷിക്കാനാണ് അങ്ങയോട് ഓരോ തവണയും ബുദ്ധൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങാകട്ടെ അത് മനസ്സിലാക്കാതെ ഓരോന്നോരോന്ന് ഊരി എറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങയുടെ ഉള്ളിൽ ഇപ്പോഴും എന്തുണ്ട്? ഭാരം, അതിശക്തമായ മനോഭാരം. രാജാവാണ് ഞാൻ എന്ന് പറയുന്ന ആ അതിശക്തമായ ഭാരം അങ്ങയുടെ ഉള്ളിലുണ്ട്. അതുപേക്ഷിക്കൂ, ആ ഭാരം എടുത്തു കളയൂ, ഭാരമില്ലാത്തവനായി അരികിലേക്ക് വരൂ, എന്നിട്ട് നമസ്കരിക്കൂ, അതിനർത്ഥമുണ്ടാകും എന്ന് പറഞ്ഞു. അത് പ്രസേനജിത്ത് ഒന്നുകൂടെ ഉൾക്കൊണ്ടു. എന്നിട്ട് നമ്മൾ ഈ മലയാളികളൊക്കെ ചോദിക്കുന്നത് പോലെ എങ്ങനെ 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 ഒന്നുകൂടെ പറ, എങ്ങനെ എന്ന് ചോദിച്ചു. പറഞ്ഞു, അങ്ങയുടെ ഭാരം, അങ്ങയുടെ മനോഭാരം ഉപേക്ഷിക്കൂ, അതുപേക്ഷിച്ചിട്ട് വരൂ, എന്നിട്ട് നമസ്കരിക്കൂ എന്ന് പറഞ്ഞു. മക്കളെ, ബാക്കി അതിന്റെ ഈ എക്സ്റ്റൻഷൻ ഒന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചറിയുന്നത് പ്രസേനജിത്ത് ആരുടെ ശിഷ്യനായി ദീർഘകാലം കഴിഞ്ഞു എന്നാണ്? ബുദ്ധന്റെ ശിഷ്യനായി കഴിഞ്ഞു എന്നാണ്. ഭാരമേ ഇല്ലാതിരുന്നു, ഒട്ടും ഭാരമില്ല, മനസ്സിന് ഭാരമേ ഇല്ല. എന്തൊരു നല്ല അവസ്ഥയാണെന്നറിയാമോ? മനസ്സിന് ഭാരമില്ലാതെ അകത്തു വരൂ, മനസ്സിന് ഭാരമില്ലാതെ പ്രണമിക്കൂ, മനസ്സിന് ഭാരമില്ലാതിരിക്കൂ എന്ന് പറഞ്ഞു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇതുപോലെ ഒരു അവസ്ഥയുണ്ടായിരുന്നു പണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി ഡയോജനിസ് എന്ന് പറയുന്ന ഒരാളെ കാണാൻ പോയ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ? അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അറിയില്ലേ അങ്ങനെ ഒരാളെ? വീരശൂര്യപരാക്രമിയായ, ലോകം മുഴുവൻ കാൽക്കീഴിൽ നിർത്താൻ ശ്രമിച്ച സാമ്രാജ്യത്വത്തിന്റെ അധീശനായ അലക്സാണ്ടർ ചക്രവർത്തി അല്ലേ? അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ ഇങ്ങനെ കീഴടക്കി വന്നപ്പോ അദ്ദേഹം ഡയോജനിസ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് കേട്ടു. നിങ്ങൾ ഡയോജനിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഡയോജനിസിന് ഭ്രാന്തായിരുന്നു, മഹാഭ്രാന്തനായിരുന്നു, നഗ്നനായ ഭ്രാന്തനായിരുന്നു, തുണിയുടക്കാത്ത ഭ്രാന്തനായിരുന്നു ഡയോജനിസ് എന്ന് പറയുന്നത്. അയാളെ ഭ്രാന്ത് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നഗ്നനായി നട്ടുച്ചയ്ക്ക് റാന്തൽ കത്തിച്ചു പിടിച്ച് സൂര്യന് വിളക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു ഡയോജനിസ്.
സൂര്യന് കടന്നു പോകാൻ വേണ്ടി സൂര്യന് വിളക്ക് കത്തിച്ച് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഡയോജനീസ് പറയും, ഉച്ചയായോടാ സൂര്യ, ഉച്ചയിലായോടാ, കണ്ണു കാണേണ്ടേ, നിനക്ക് വിളക്കു കാണേണ്ടേ. ഇതായിരുന്നു ഡയോജനീസിന്റെ താളം. വേറൊന്നും ഡയോജനീസ് സംസാരിക്കില്ല. ഉച്ചയാവുമ്പോൾ, നട്ടുച്ചയാകുമ്പോൾ ഒരു വിളക്ക് കത്തിച്ചു പിടിച്ചിട്ട് സൂര്യനോട് ചോദിക്കും, ഉച്ചയായോടാ സൂര്യ, ഉച്ചയിലായോടാ, കണ്ണു കാണേണ്ടേ, നിനക്ക് വിളക്കു കാണേണ്ടേ. ഞാൻ വിളക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് പറയും. സൂര്യന് വിളക്ക് കാണിച്ചു കൊടുക്കുന്ന ആളിന് വട്ടല്ലാതെ പിന്നെ എന്താണ്? അങ്ങനെ ഡയോജനീസിന് ഭ്രാന്തായിരുന്നു എന്ന് ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നു. ഇവന് എന്ന് ഉച്ചയ്ക്ക് ലൈറ്റ് കത്തിച്ച് ആർക്ക് കൊടുക്കുന്നു? സൂര്യന് കൊടുക്കുന്നു. ആ ഡയോജനീസിനെ കുറിച്ച് ആളുകൾ പറഞ്ഞു അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഡയോജനീസ് എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രജ്ഞനുണ്ട്, അയാൾക്ക് ഭ്രാന്താണ്. അയാളിങ്ങനെ നട്ടുച്ചയ്ക്ക് സൂര്യന് വിളക്ക് കത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരാൾ ഉണ്ടെന്ന് അറിഞ്ഞു. അയാൾക്ക് എന്തോ കാര്യങ്ങളൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞു കേട്ട് അലക്സാണ്ടർ ഡയോജനീസിനെ ആളയച്ചു വരുത്താൻ ശ്രമിച്ചു. ആളുകളെ പറഞ്ഞയച്ചു ഡയോജനീസിനെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാൻ. പക്ഷെ ഡയോജനീസ് വന്നില്ല. ഡയോജനീസിന് അരികിൽ അലക്സാണ്ടറിന്റെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അങ്ങയെ ക്ഷണിക്കുന്നു, ഡയോജനീസ് അങ്ങ് വരൂ. ഡയോജനീസിന് മറുപടി പോലും പറഞ്ഞില്ല. നമ്മൾ പറയും മൈൻഡ് ചെയ്തില്ല. അയാൾ കേട്ടതായി ഭാവിച്ചു പോലും ഇല്ല. അയാൾ വെറുതെ എങ്ങനെ ഇരുന്നു. പിന്നെയും ആളുകൾ വന്നു, ഡയോജനീസ് പോയില്ല. അവസാനം അലക്സാണ്ടർ നേരിട്ട് വന്നു, ഡയോജനീസിന്റെ മുമ്പിൽ നിന്നു. അപ്പോൾ ഡയോജനീസ് നിലത്തിരിക്കുകയായിരുന്നു. ഡയോജനീസിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, ഡയോജനീസ്, ഞാൻ നിങ്ങളെ കാണുന്നു, എനിക്ക് തോന്നുന്നു നിങ്ങൾ നഗ്നനാണ് എന്ന്. സാമ്രാജ്യം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നു, സ്വീകരിച്ചാലും. ഡയോജനീസ് അലക്സാണ്ടറിനെ നോക്കി പോലുമില്ല. ഒരു പട്ടി വന്ന് നിൽക്കുന്ന ഭാവം പോലും ഡയോജനീസിന്റെ മുഖത്തുണ്ടായിരുന്നില്ല. അയാൾ വെറുതെ ഇരുന്നത് പോലിരുന്നു, വെറും നിലത്തിരുന്നു. കുറെ നേരം കഴിഞ്ഞ് ഡയോജനീസ് നോക്കുന്നില്ല എന്ന് കണ്ടപ്പോ അലക്സാണ്ടർ മുട്ടുകുത്തി ഡയോജനീസിനെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയെ നമിക്കുന്നു, ഞാൻ അറിയുന്നു അങ്ങേക്ക് താമസിക്കുവാൻ ഇടമില്ല എന്ന്. അലക്സാണ്ടർ അങ്ങയെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നിട്ടും ഡയോജനീസ് നോക്കിയില്ല, പുല്ലുവില പോലും കൽപ്പിച്ചില്ല അലക്സാണ്ടർക്ക്. കുറെ നേരം കഴിഞ്ഞ് വെറും നിലത്ത് വീണ്ടും അലക്സാണ്ടർ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഡയോജനീസ്, ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിക്കൂ, എന്തെങ്കിലും സംസാരിക്കുകയെങ്കിലും ചെയ്യൂ. നിങ്ങളൊന്നും സംസാരിച്ചില്ല എങ്കിൽ അത് അലക്സാണ്ടർ ചക്രവർത്തിക്ക് നാണക്കേടാണ്. ഇത്രയും ഞാൻ വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടും നിങ്ങളൊന്നും സംസാരിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞു. അപ്പോഴും ഡയോജനീസ് ഒന്നും സംസാരിച്ചില്ല. അലക്സാണ്ടർ യാചിച്ചു. ഒത്തിരി സമയം അവിടെ ഇരുന്ന് യാചിച്ചപ്പോ അവസാനം ഡയോജനീസ് അലക്സാണ്ടറിന്റെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കൂ, എന്റെ സൂര്യനെ മറയ്ക്കാതിരിക്കൂ എന്ന് പറഞ്ഞു. എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കൂ, എന്റെ സൂര്യനെ മറയ്ക്കാതിരിക്കൂ. അതൊരു ആജ്ഞയായിരുന്നു. അലക്സാണ്ടറോടാണ് ആജ്ഞ. എന്താ? എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കൂ, എന്റെ സൂര്യനെ മറയ്ക്കാതിരിക്കൂ എന്ന് പറഞ്ഞു. അലക്സാണ്ടർ പരിഭ്രമത്തോടെ എണീറ്റു എന്നാണ്. എണീറ്റ് പോകാൻ പറയുന്നതിന് തുല്യമായിരുന്നു അത്. എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കൂ, എന്റെ സൂര്യനെ മറയ്ക്കാതിരിക്കൂ. അങ്ങനെ അലക്സാണ്ടർ തിരിച്ചുപോയി താവളത്തിൽ യുദ്ധം നടക്കുന്ന സമയമാണ്. താവളത്തിൽ വിശ്രമിക്കുന്ന ആ രാത്രി മുഴുവൻ അലക്സാണ്ടറിന്റെ മനസ്സിൽ ഒരു അനേകായിരം തവണ പ്രതിധ്വനിച്ചു. എന്താ? എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കൂ, എന്റെ സൂര്യനെ മറയ്ക്കാതിരിക്കൂ. വെളുപ്പായപ്പോഴത്തേക്കും അലക്സാണ്ടറിന് തോന്നി, ഞാൻ എത്രയായിരങ്ങളുടെ സൂര്യനെ മറച്ചു, ഞാൻ എത്രയായിരങ്ങൾക്ക് നിഴലായി നിന്നു, ഞാൻ എത്രയായിരങ്ങൾക്ക് തടസ്സമായി നിന്നു, ഞാൻ എത്രയായിരങ്ങളെ കൊന്നു, എന്നിട്ടും ഞാൻ എന്ത് നേടി എന്ന ചോദ്യം അലക്സാണ്ടറിന് ആദ്യമായി ഉണ്ടായി. ഞാൻ എന്ത് നേടി? ഒന്നും നേടിയില്ല. തടസ്സങ്ങൾ മാത്രം ഉണ്ടാക്കി ഞാൻ, പാപങ്ങൾ മാത്രം ഉണ്ടാക്കി ഞാൻ. ഈ ഡയോജനീസിന്റെ ഈ ഒരു വാചകമാണ് അലക്സാണ്ടറിനെ മാറ്റി ചിന്തിച്ച്. നിങ്ങൾക്കറിയുമോ മക്കളെ, പിന്നെ അലക്സാണ്ടർ യുദ്ധം ചെയ്തിട്ടില്ല. സൈന്യാധിപന്മാർ പറഞ്ഞു, കാതങ്ങൾ മാത്രം ബാക്കി, ലോകം മുഴുവൻ നമ്മുടെ കാൽ കീഴിൽ. അലക്സാണ്ടർ ചക്രവർത്തി, അതുകൊണ്ട് എന്ത് ചെയ്യുക? ആജ്ഞ തന്നാലും ഞങ്ങൾ യുദ്ധം തുടങ്ങട്ടെ. അലക്സാണ്ടർ പറഞ്ഞു, യുദ്ധം അവസാനിച്ചു, ഇനി യുദ്ധമില്ല. അധിക നാൾ പിന്നെ അലക്സാണ്ടർ ജീവിച്ചിരുന്നില്ല. പിന്നെ അലക്സാണ്ടറിന്റെ മരണമൊഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്ത്യ വാക്ക് എന്ന് പറയുന്നത് എന്താണ് എന്ന്
നിങ്ങൾക്കറിയുമോ മക്കളെ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അവസാനത്തെ വാക്കുകൾ എന്തായിരുന്നു എന്ന്? സുഹൃത്തെ, ഞാൻ മരിക്കുവാൻ പോകുന്നു. എനിക്ക് ഒരു അപേക്ഷയുണ്ട്. ഞാൻ മരിക്കുമ്പോൾ ശവപ്പെട്ടിയിൽ നിന്നും എൻ്റെ 2 കൈകളും പുറത്തേക്കിട്ടിരിക്കണം. ഇത് പറഞ്ഞിട്ടാണ് അലക്സാണ്ടർ മരിക്കുന്നത്. സുഹൃത്തെ, ഞാൻ മരിക്കുവാൻ പോകുന്നു. മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവപേടകത്തിൽ നിന്നും എൻ്റെ 2 കൈകളും പുറത്തേക്കിട്ടിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്തു. അലക്സാണ്ടർ മരിച്ചപ്പോ ശവപ്പെട്ടിയിൽ നിന്നും 2 കൈകളും പുറത്തേക്കിട്ടിരുന്നു. ശവമഞ്ചം ചുമന്നുകൊണ്ട് പോകുമ്പോ പുരുഷാരങ്ങൾ വഴിയരികിൽ 2 ഭാഗത്തും തിങ്ങി നിറഞ്ഞു നിന്നു. പുരുഷാരം കണ്ടു. എന്താ? ലോകം മുഴുവൻ കാൽ കീഴിൽ നിർത്തിയ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ശൂന്യനായി, ശുഷ്കനായി, ഒരു പിടി മണ്ണ് പോലും ഇല്ലാതെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകുന്നു എന്ന് ആളുകൾ കണ്ടു. എന്തൊക്കെ നേടിയാലും ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തെളിയിച്ചു അലക്സാണ്ടറിനെ അങ്ങനെ മനസ്സിന്റെ ഭാരമില്ലാതാക്കി കളഞ്ഞത്, അലക്സാണ്ടറിനെ ഇംപ്രൂവ് ചെയ്ത് കളഞ്ഞത് ഡയോജനിസ് ആണ്. നീ നിലത്തിരിക്ക്, എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്ക്, എന്റെ സൂര്യനെ മറക്കാതിരിക്ക് എന്ന് അലക്സാണ്ടറിനോട് പറഞ്ഞ അലക്സാണ്ടറിനെ അങ്ങ് മാറ്റിക്കളഞ്ഞു. അയാൾക്ക് മാനസാന്തരം ഉണ്ടാക്കി കളഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് ഭാരം കുറയുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. മഹാനായ സമ്പന്നനായ ബിൽഗേറ്റ്സ്, സോഫ്റ്റ്വെയർ രാജാവ്, നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്നിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? ഇപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യം വരുന്നത് ആരും അറിയാതെയാണ്. എവിടെയാണ് വന്നതെന്ന് നിങ്ങൾക്കറിയുമോ? കേട്ടിട്ടുണ്ടോ മക്കളെ ആരെങ്കിലും? ബിൽഗേറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ബിൽഗേറ്റ്സ് ഒരിക്കൽ വന്നു ആരും അറിയാതെ. അതൊരു സ്വാമിയുടെ ആശ്രമത്തിലാണ്. ചിന്മയാനന്ദ സ്വാമികൾ എന്ന് പറയുന്ന ഒരു സ്വാമിയുടെ ആശ്രമത്തിൽ വന്നു. അങ്ങനൊരു കഥയുണ്ട്, ഒരു സംഭവമുണ്ട്. അതോടെ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് വിഷയം എന്നൊക്കെ വിചാരിച്ചാൽ മതി. അപ്പോ ആശ്രമത്തിൽ വന്നു. ആശ്രമത്തിൽ രാവിലെ വന്നത് കണ്ടത് സ്വാമിയുടെ ശിഷ്യനാണ്. ശിഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. ആരാണെന്ന് മനസ്സിലായില്ല. ശിഷ്യൻ ഓടിപ്പോയി സ്വാമിയോട് പറഞ്ഞു, സ്വാമി, ഒരാൾ വന്നു നിൽക്കുന്നു, കാണാൻ. സ്വാമി പറഞ്ഞു, അതിന് നീ ഇത്ര അമ്പരക്കുന്നത് എന്തിനാ? ആരെല്ലാം വരുന്നു നമ്മെ കാണാൻ. അതുപോലെ രാവിലെ ഒരാൾ വന്നു. അതല്ല സ്വാമി, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാറിൽ ഒരാൾ വന്നിറങ്ങിയിരിക്കുന്നു. സ്വാമി ചോദിച്ചു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാറിലോ? അതെന്ത് കാറാണ്? ശിഷ്യൻ പറഞ്ഞു, അതേ സ്വാമി, കക്കൂസും കുളിമുറിയും എല്ലാം ഉള്ള ഒരു കാർ വന്നു നിൽക്കുന്നു. എ ബാത്ത് അറ്റാച്ച്ഡ് കാർ. അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു. വളരെ ഫ്രഷായ ഒരാൾ ഇറങ്ങി വരുന്നു. സ്വാമിയെ കാണണമെന്ന് പറഞ്ഞു. കണ്ടിട്ട് നമ്മുടെ നാട്ടുകാരനല്ലാന്ന് തോന്നുന്നു, വേറെ എവിടുന്ന് വന്നതാണെന്ന് തോന്നുന്നു. സ്വാമി ചോദിച്ചു, അങ്ങനെയോ? ആരാണെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് ആശ്രമത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോ ഒരാൾ സ്വാമിയെ കാണാൻ നിൽക്കുന്നു. ഷേക്ക് ഹാൻഡ് കൊടുത്തു സ്വാമിക്ക്. സ്വാമി ആളാരാണെന്ന് അറിയാതെ കൈപിടിച്ചു കുലുക്കി. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. സ്വാമിയോട് സാഹിബ് ചോദിച്ചു, എന്നെ മനസ്സിലായോ? സ്വാമി പറഞ്ഞു, ഈ മനസ്സിലായില്ല, എവിടെയോ കണ്ടതുപോലൊരു തോന്നലുണ്ട്. ആരാ? പറയൂ. ആ മുഖം വേണ്ട, ആരാന്ന് പറയൂ. അപ്പൊ ബിൽഗേറ്റ്സ് പറഞ്ഞു, ഐ ആം ബിൽഗേറ്റ്സ്. സ്വാമി പിന്നെ പറയുന്നുണ്ട്, എന്റെ മുമ്പിൽ നിന്ന് അയാൾ പറയുക ഐ ആം ബിൽഗേറ്റ്സ് എന്ന്. സ്വാമിയായ എനിക്ക് അത്ഭുതങ്ങളോ അതിശയങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് എന്റെ കണ്ടു തള്ളിപ്പോയി. ബിൽഗേറ്റ്സ്, യു ബിൽഗേറ്റ്സ്? സാഹിബ്, യെസ് ഐ ആം ബിൽഗേറ്റ്സ്. സ്വാമി വിളിച്ചോണ്ടിരുത്തി, വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു, കഴിച്ചു. എന്നിട്ട് സ്വാമി വെറുതെ ചോദിച്ചു, എന്താ വെറുതെ വന്നതാണോ? വെറുതെ വരാൻ സാധ്യതയില്ലല്ലോ, വലിയ തിരക്കുള്ള ആളല്ലേ, നമ്മെ അന്വേഷിച്ച് വരണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ, എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ സ്വാമി ഒന്ന് ഗീതോപദേശമൊക്കെ നടത്തുന്ന, ഭഗവത്ഗീതയെ കുറിച്ച് വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്ന സമയമാണ്. അപ്പൊ അതെന്തെങ്കിലും ആയിരിക്കുമോ? ഇനി ഭഗവത്ഗീതയെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളോ, അല്ലെങ്കിൽ ഭഗവത്ഗീത അങ്ങ് പിന്നെ ഇംഗ്ലീഷിൽ ഒരു 12 ലക്ഷം കോപ്പി അച്ചടിച്ചിറക്കാനുള്ള പ്ലാൻ എന്തെങ്കിലും കാണുമോ? സാഹിബിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ മനസ്സിൽ വെച്ച് സ്വാമി ചോദിച്ചു, എന്താണ് ഉദ്ദേശ്യം? ബിൽഗേറ്റ്സ് പറഞ്ഞു, നത്തിങ് സ്പെഷ്യൽ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ബട്ട് സ്വാമിക്ക് അറിയുമോ, ഐ ഹാവ് മണി ആൻഡ് മണി ആൻഡ് മണി. അങ്ങനെ പറഞ്ഞേ, ഐ ഹാവ് മണി ആൻഡ് മണി, എനിക്ക് പണമുണ്ട്, പണം. ബട്ട് ആൻഡ് ആൾസോ ഫെയിം, ഞാൻ വളരെ ഫെയിമാണ്. ബട്ട് സ്വാമി, ഈ അടുത്ത നാളുകളിലായിട്ട് എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നില്ല.
സ്വാമി മനസ്സിൽ കരുതി അതേതെങ്കിലും സൈക്കാട്രിസ്റ്റിന് പോയി കണ്ടാൽ പോരെ, എത്ര എത്ര ആളുകൾ അവിടെ ഉണ്ട്, അവർക്ക് പോയി കണ്ടാൽ പോരെ. മനസ്സിൽ കരുതി സ്വാമി. എൻ്റെ അവർ തമ്മിലുള്ള ഡയലോഗ്സ് ഒക്കെ നെറ്റിൽ ഇപ്പൊ ലഭ്യമാണ്. അപ്പൊ സ്വാമി ഇങ്ങനെ വെറുതെ ഇരുന്നു. ബിൽഗേറ്റ്സ് പറഞ്ഞു, ആൻഡ് ആൾസോ ഐ ഹാവ് സം ഇൻ നോ പീസ്. സ്വാമി, എനിക്ക് സമാധാനമില്ല. പണമുണ്ട്, പണം പണം പണം, പക്ഷെ എനിക്ക് സമാധാനമില്ല. സമാധാനം കിട്ടുന്നതിന് വേണ്ടി ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാൻ ജർമ്മനിയിൽ പോയി, അവിടെ സമാധാനമുണ്ട് എന്നറിഞ്ഞ് അവിടെ ഇല്ല. എനിക്ക് മനസ്സിലായി ജർമ്മനിയിൽ സമാധാനമില്ല. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയി, സ്വർഗീയാരാമങ്ങൾ കണ്ടു, അവിടെയും സമാധാനമില്ല. ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചു. ഏറ്റവും ഒടുവിൽ ഞാൻ അറിഞ്ഞു ആഫ്രിക്കയുടെ വനാന്തരങ്ങളിലുള്ള ഒരു പ്രത്യേകതരം ആദിവാസികളിൽ സമാധാനമുണ്ട്, കാരണം അവർ സംസാരിക്കാറില്ല. അവരിൽ സമാധാനമുണ്ട് എന്നറിഞ്ഞ് ഞാൻ അവരെ അന്വേഷിച്ചെന്നു. എനിക്ക് അവിടെ നിന്നും സമാധാനം കിട്ടിയില്ല. ആൻഡ് ഐ സെർച്ച്, എൻ്റെ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്താണ് അവസാനം ഞാൻ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്വാമി ഉണ്ടെന്നറിഞ്ഞ് രാവിലെ വെച്ച് പിടിച്ച് പോന്നിരിക്കുന്നത്. സ്വാമി, ഗിവ് മി പീസ്, എനിക്ക് സമാധാനം തരൂ. സ്വാമി പറയുന്നു, സായിപ്പ് എൻ്റെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുക, ഞാൻ എന്താ ഇതിവിടെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണോ ഓരോരുത്തരും വരുമ്പോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ? സ്വാമി, എനിക്ക് സമാധാനം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടി നിൽക്കുക. സ്വാമി പറയുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അയാളുടെ കണ്ണുകളിൽ അയാൾക്ക് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു തൃഷ്ണ ഞാൻ കാണുന്നു. അതയാൾ വളരെ ജെന്യുവിനായിട്ട് ചോദിക്കുകയാണ്. അയാളെ സമാധാനിപ്പിക്കേണ്ട, അയാളുടെ മനസ്സിനെ ശാന്തിപ്പെടുത്തേണ്ടതായ ചുമതല എനിക്കുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു നിമിഷം ഞാൻ മനസ്സിലാലോചിച്ചു. എന്നിട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ടേബിൾ, വിരിപ്പൊന്നുമില്ലാത്ത എൻ്റെ പഴയ ടേബിൾ, ആ ടേബിളിൽ ഞാൻ ഒരു മൊട്ടുപിൻ കുറച്ച് അവിടെ കിടക്കുന്നത് കണ്ടു. ഞാൻ പെട്ടെന്ന് ഒരു മൊട്ടുപിന്നിങ് എടുത്തു. എന്നിട്ട് ഒരു LP സ്കൂൾ അധ്യാപകൻ ചോദിക്കുന്നത് പോലെ ഞാനിത് നീട്ടിപ്പിടിച്ചിട്ട് ബിൽഗേറ്റ്സിനോട് ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? ബിൽഗേറ്റ്സ് ഒരു പ്രൈമറി സ്കൂൾ സ്റ്റുഡന്റ് പറയുന്നത് പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇറ്റ് ഈസ് എ പിൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്താ? ഇതൊരു സ്റ്റീൽ പിന്നാണ്. ഓക്കെ, കീപ് ഇറ്റ്. ഞാനത് അയാളുടെ വലം കൈയിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ തന്നെ അയാളുടെ വിരലുകൾ മടക്കി വെച്ചു. കീപ് ഇറ്റ്, സൂക്ഷിക്കൂ. ബിൽഗേറ്റ്സ് മനസ്സിൽ കരുതി കാണും, ഇയാളെന്തിനാണ് സ്റ്റീൽ പിൻ, എനിക്ക് ഒരു മൊട്ട് പിൻ എനിക്ക് തരുന്നത്? ഞാൻ വേണമെങ്കിൽ ഇയാൾക്ക് സ്വർണ്ണ പെന്നുകൾ ഉണ്ടാക്കാനുള്ള 12 കമ്പനി ഇട്ട് കൊടുക്കാം, ഇല്ലേ? എന്തിനാണ് ഈ സ്റ്റീൽ പിൻ? സ്വാമി എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ ബിൽഗേറ്റ്സ്, കണ്ടില്ലേ, ഞാൻ ഒരുപാട് വയസ്സായിരിക്കുന്നു. ഞാൻ ഈ അധിക നാളില്ല, ഞാൻ ഈ ഭൂമി വിട്ടു പോകും, ഞാൻ മരിച്ചു പോകും. ഞാൻ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പണ്ടതുപോലെയല്ല, ഈ അടുത്ത കാലത്ത് കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സോ ഞാൻ സ്വർഗത്തിൽ പോകും എന്നാണ് എൻ്റെ വിശ്വാസം. ബിൽഗേറ്റ്സ്, കുറെ നാൾ കഴിഞ്ഞ് നിങ്ങൾ മരിക്കും. നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണല്ലോ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളും സ്വർഗത്തിൽ വരും. ഞാൻ വളരെ നേരത്തെ സ്വർഗത്തിലേക്ക് പോകും, കാലങ്ങൾ കഴിഞ്ഞ് നിങ്ങളും സ്വർഗത്തിലേക്ക് വരും. ബിൽഗേറ്റ്സ്, അവിടെ വെച്ച് നമ്മൾ വീണ്ടും കാണും. അതിനിടയിൽ നാം തമ്മിൽ കണ്ടു എന്ന് വരില്ല. ഇനി നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ വെച്ചായിരിക്കും. അവിടെ വെച്ച് നിങ്ങൾ വരുമ്പോൾ ഞാൻ ഈ മൊട്ടുപിൻ ചോദിക്കും. ഈ മൊട്ടുപിൻ അവിടെ വെച്ച് എനിക്ക് തരണം. എന്തു പറയുന്നു? ബിൽഗേറ്റ്സ് കുറേ നേരം ഇങ്ങനെ സ്വാമിയെ തന്നെ നോയിക്കൊണ്ട് നിന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, യെസ് ഐ ഗോട്ട് ഇറ്റ്, എന്ന് പറഞ്ഞാണ് സായിപ്പ് മടങ്ങിപ്പോയി ചാരിറ്റബിൾ വർക്കൊക്കെ തുടങ്ങിയത്. നിങ്ങൾക്കറിയാമോ? കണ്ടുകൊണ്ട് നിന്ന പിന്നെ സ്വാമിയുടെ ശിഷ്യൻ ചോദിച്ചു, ഇതെന്താണ്? ഒരുത്തൻ കൈ നീട്ടി നിൽക്കുന്നു, അവന്റെ കയ്യിൽ മൊട്ടുപിൻ വെച്ചു കൊടുക്കുന്നു, അവൻ അത് കിട്ടി. അവൻ മൊട്ടുപിൻ വാങ്ങിക്കാനാണ് ഇത്രയും ദൂരം കടന്നിവിടെ വന്നത്, മനസ്സിലായിക്കൊള്ളും എന്ന് സ്വാമി പറയുകയും ചെയ്തു. മനസ്സിലായോ മക്കളെ എന്താന്നുള്ളത്? എന്തായിരുന്നു അതിന്റെ അർത്ഥം? സ്വർഗത്തിൽ വെച്ച് ഞാൻ ചോദിക്കും, അന്ന് ഈ മൊട്ടുപിൻ തരണം എന്ന് പറഞ്ഞപ്പോൾ ബിൽഗേറ്റ്സ് പറഞ്ഞു, എനിക്ക് അത് കിട്ടി. ഞാൻ എന്താണോ അന്വേഷിച്ചു വന്നത്, എനിക്ക് അത് കിട്ടി. എന്തായിരുന്നു അതിന്റെ അർത്ഥം? ബിൽഗേറ്റ്സ്, നിങ്ങൾ എത്ര സമ്പന്നനായാലും
നിങ്ങൾ എന്തൊക്കെ നേടിയാലും ഒരു മൊട്ടുപിൻ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവിടെ ഒന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയും. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ശാന്തി കിട്ടും, സമാധാനം കിട്ടും. അത് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടയില്ല. നിങ്ങൾ പോയി മെഡിറ്റേഷനോ യോഗയോ വേറെ തപസ്സൊന്നും ചെയ്യേണ്ട. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കും ബിൽ ഗേറ്റ്സ്. നിങ്ങൾ എത്ര കോടികൾ നേടിയാലും നിങ്ങൾക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. എല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോകണം. ആ യാഥാർത്ഥ്യം ശരിക്കും 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 നിങ്ങൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടിക്കഴിഞ്ഞു ബിൽ ഗേറ്റ്സ്. അത് ബിൽ ഗേറ്റ്സിന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അന്വേഷിച്ച് നടന്ന സമാധാനം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ അയാൾ പോവുകയും ചെയ്തത്. മക്കളെ, ഞാൻ ഈ 3 സന്ദർഭങ്ങൾ, ഈ 3 സംഭവങ്ങൾ, ഈ 3 കഥകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് വെറുതെ അല്ല. കൗമാരത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് എന്നും ഒരുപാട് ഭാരമുണ്ട് എന്നും ഒരുപാട് ചിന്തകളുണ്ട് എന്നും ഒക്കെ ആളുകൾ പറയുന്നു. എനിക്കങ്ങനെ അഭിപ്രായമില്ല. കൗമാരം നല്ല കാലമാണ്. കൗമാരത്തിലെ ഭാരം കുറയ്ക്കുക എന്നുള്ളത് പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ മനസ്സിന് ഭാരമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാരം പരീക്ഷയാണ്. അത് കണ്ടുപിടിച്ചവന്റെ തലയിൽ ഇടുത്തി വീണവൻ കുടുംബത്തോടെ തൊട്ടുപോകുന്നു അല്ലേ? എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അങ്ങനെയായിരുന്നു. ഇത് ആരാണ് ഈ പരീക്ഷ കണ്ടുപിടിച്ചത്? ഈ സമയം MC² കണ്ടുപിടിച്ചവനെ വാഴ്ത്താം ഇല്ലേ? അവൻ നല്ലത് വരട്ടെ. പക്ഷെ പരീക്ഷ കണ്ടുപിടിച്ചവൻ ക്രൂരനാണ് അല്ലേ? അതൊരു ഭാരമാണ്. പഠനം തന്നെ ഭാരമാണ് നമുക്ക്, അല്ലേ? 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 പഠനം ഭാരമല്ലേ? ഭാരമാണ്. അല്ല എന്ന് പറയുന്ന ചിലരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഭാരം ഒരു പ്രശ്നമാണ്. ആ ഭാരത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടത്. ആ ഭാരത്തെക്കുറിച്ച് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടത്. അപ്പൊ ഞാനൊരു ചോദ്യത്തോടെ തുടങ്ങുന്നു. പരീക്ഷ കണ്ടുപിടിച്ചവനെ ക്രൂരനാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുകയും നിങ്ങൾ കൈയടിക്കുകയും ചെയ്തു. അത് നിങ്ങളുടെ മാത്രമൊന്നുമല്ല, എല്ലാവർക്കും പരീക്ഷ പ്രയാസമാണ്. പരീക്ഷ എഴുതണം എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ രക്ഷാകർത്താക്കൾ ഒരു പരീക്ഷ വരട്ടെ. എൻ്റെ മോള് എൻ്റെ ഭാര്യയോട് ഒരു ദിവസം ചോദിക്കുന്നത് കണ്ടു. എൻ്റെ ഭാര്യ ഏതോ പരീക്ഷ എഴുതാൻ ഇറങ്ങി നിന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓ എനിക്കൊരു ടെൻഷൻ കേട്ടാ. മോള് നിൽക്കുന്നത് ആലോചിക്കാതെയാ എൻ്റെ ഭാര്യ അത് പറഞ്ഞത്. ഉടനെ ഇവൾ ഓടി വന്നിട്ട് പറഞ്ഞു, 3ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മോള്, അവൾ ഓടി വന്നു, അപ്പൊ അമ്മയ്ക്ക് ഭാരം ഉണ്ടല്ലേ, അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടല്ലേ, അമ്മയ്ക്ക് ടെൻഷൻ അനുഭവിക്കണം, ഈശ്വരാ പരീക്ഷ പാടായിരിക്കണേ, ഈശ്വരാ പരീക്ഷ പാടായിരിക്കണേ എന്ന് പറയുന്ന മകൾ. അപ്പോ എല്ലാവർക്കും പരീക്ഷ പ്രയാസമാണ് അല്ലെ, ഭാരമാണ്. അവന് അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ട്. അത് സുരേഷ് സാറായാലും അരുൺ സാറായാലും പിന്നെ ജോൺസ് സാറായാലും പ്രിൻസിപ്പൾ ആയാലും ഞങ്ങൾക്കൊക്കെ ഒരു പരീക്ഷ വരട്ടെ. ഈ ഉപദേശമൊക്കെ അവിടെ തീരും. പരീക്ഷ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോ ആ ഭാരത്തെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോടും നിങ്ങളുടെ മാതാപിതാക്കളോടും ഒക്കെ ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ടത്. അത്രയുള്ള മക്കളെ, വളരെ ചെറിയ കാര്യമാണ്. എനിക്ക് ആദ്യം ചോദിക്കേണ്ടത്, ഇപ്പൊ നിങ്ങളിവിടെ ഭാരത്തോടെയാണോ ഇരിക്കുന്നത്? ബാഗിന്റെ ഭാരത്തെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, അല്ലേ? എൻ്റെ മോളോട് എനിക്ക് ബഹുമാനം തോന്നുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. കാരണം ഞാൻ എൻ്റെ ഒരു ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 10 മണിക്കാണ് എൻ്റെ മോളെയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. മോളും ഭാര്യയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന. അപ്പൊ വീട്ടിലെത്തിയുമ്പോൾ ഇവൾ ഉറങ്ങിക്കഴിയും. ഇവളെ ഒരുവിധം തട്ടി ഉണർത്തി കൊണ്ടുപോയിട്ട് ബാഗ് എടുക്കുന്ന ജോലി എനിക്കാണ്. ഇവളുടെ സ്കൂൾ ബാഗ് എടുത്തു കൊണ്ടുപോകേണ്ട ജോലി എനിക്കാണ്. ഇതെടുത്ത് റൂമിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ അവളെ ഒന്ന് തൊഴും. കാര്യം നീ ഇതും ചുമന്നുകൊണ്ടാണല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കും, സമ്മതിച്ചു എന്ന് പറയുന്ന ഭാരമുണ്ട്. ആ ഭാരത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളിപ്പോ ഇവിടെ മനോഭാരത്തോടെ ഇരിക്കുന്നുവോ ഭാരമില്ലാതെ ഇരിക്കുന്നുവോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. എന്തിനാണ് ഇത്രയും ഗൗരവത്തോടെ ഇരിക്കുന്നത്? സത്യമായിട്ട് എനിക്ക് പേടിയാവുന്നേ. എന്നെ പേടിപ്പിക്കരുത്, ഞാനൊരു പാവം മനുഷ്യനാണ്. ഇങ്ങനെ ഗൗരവത്തിൽ കണ്ണൊക്കെ ഉരുട്ടി ഇയാളിത് എന്തോന്ന് പറയുന്നേ ഇന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ച് ചിരിച്ചുകൊണ്ടിരിക്കൂ, സന്തോഷത്തോടെ ഇരിക്കൂ, സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കൂ. ചിരിക്കുമ്പോഴാണ്, മനസ്സുകൊണ്ട് ചിരിക്കുമ്പോഴാണ് നമ്മുടെ സൗന്ദര്യം കൂടുന്നത്. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കൂ, ഭാരമില്ലാതിരിക്കൂ, ഭാരമില്ലാതെ ഇവിടെ ഇരിക്കൂ. രണ്ടാമതൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഉണർന്നാണോ ഇരിക്കുന്നേ? ഇപ്പൊ ഉറങ്ങിയാണോ ഇരിക്കുന്നേ? ഫാനൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ കേട്ട് അല്ലേ, കാറ്റൊക്കെ അടിച്ച് ഒന്ന് ഉറക്കമൊക്കെ വരുന്നില്ല നിലത്തിരിക്കുമ്പോ? നമ്മൾ അറിയാതെ ഇങ്ങനെ കണ്ണടഞ്ഞു പോവില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വന്നിരിക്കുന്നു, അതിങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള സമയമായി, ഇങ്ങനെ അറിയാതെ കണ്ണ് അടഞ്ഞു പോകുന്നില്ലേ? ഇല്ല. ഉണർന്നാണോ ഇരിക്കുന്നേ? ഉണർന്നാണോ ഇരിക്കുന്നേ? ഉണർന്നാണോ ഇരിക്കുന്നേ? ഷുവർ. ഉണർന്നാണോ ഇരിക്കുന്നേ?
ആണോ? ഉണർന്നാണോ ഇരിക്കുന്നേ? ഉണർന്നാണോ ഇരിക്കുന്നേ? ഇങ്ങനെയാണോ ഉണർന്നിരിക്കുന്നത്? ഇങ്ങനെയാണോ ഉണർന്നിരിക്കുന്നത്? എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ എല്ലാവരും ഉണർന്നാണ് ഇരിക്കുന്നതെന്ന് കണ്ടോ? അപ്പൊ നിവർന്നിരിക്കാൻ തുടങ്ങി, കണ്ണ് തുറന്നിരിക്കാൻ തുടങ്ങി. മക്കളെ, ഉണർന്നിരിക്കൽ എന്ന് പറയുന്നത് നിവർന്നിരിക്കലോ കണ്ണ് തുറന്നിരിക്കലോ അല്ല. ഉണർന്നിരിക്കൽ എന്ന് പറയുന്നത് കണ്ണ് തുറന്നിരിക്കലോ നിവർന്നിരിക്കലോ അല്ല. നിങ്ങൾ ക്ലാസ് മുറിയിൽ ഉണർന്നാണോ ഉറങ്ങിയാണോ ഇരിക്കുന്നതാണ് ഏറ്റവും പ്രസക്തമായ എൻ്റെ ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് മുറികളിൽ ഉണർന്നാണോ ഇരിക്കുന്നത് ഉറങ്ങിയാണോ ഇരിക്കുന്നത്? ഉറങ്ങിയാണ് ഇരിക്കുന്നത്. ഉറങ്ങിയാണ് ഇരിക്കുന്നത് ആണ്, സംശയമില്ല. ഉറങ്ങിയാണ് ഇരിക്കുന്നത്. അതങ്ങനെ നിൽക്കട്ടെ, അതങ്ങനെ നിൽക്കട്ടെ. വീട്ടിൽ പോയി ഇവിടെ നിന്നൊക്കെ പഠിച്ചതിന് ശേഷം വീട്ടിൽ പോയി പഠിക്കണ്ടേ? എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? ഒരു എക്സാം ഒക്കെ, ഇനിയും എക്സാം വരുമ്പോ വീട്ടിൽ പോയി പഠിക്കണ്ടേ? അല്ലെങ്കിൽ എന്നും പഠിക്കണ്ടേ? അങ്ങനെയല്ലേ അധ്യാപകരൊക്കെ നിങ്ങളോട് പറയുന്നേ? വീട്ടിൽ പോയി പഠിക്കണമെന്നല്ലേ പറയുന്നേ? രക്ഷകർത്താക്കൾ നിങ്ങളോട് വീട്ടിൽ ചെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഉടൻ അവരറിയാതെ അവരെ മനസ്സിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്താ? പഠിക്കാനൊന്നുമില്ലേ? പടിയടി പടിയടി. ഒന്നും പഠിക്കാനില്ലേ? പോയി പടിയടി, പോയിരുന്നു പടിയടി, പോയിരുന്നു പടിയടാ അല്ലേ? ഇതല്ലേ കേൾക്കുന്നേ? പഠിക്കണോ? വീട്ടിൽ പോയി പഠിക്കണ്ടേ? പഠിക്കണോ വേണ്ടേ? പഠിക്കണം. എല്ലാവരും പറയുന്നത് അങ്ങനെയല്ലേ? അധ്യാപകർ പറയുന്നു, മുതിർന്ന ആളുകൾ പറയുന്നു എന്ത് ചെയ്യണം? വീട്ടിൽ പോയി പഠിക്കണം എന്ന്. ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ ഞാനൊരു അഭിപ്രായം പറയട്ടെ. എൻ്റെ അഭിപ്രായം നിങ്ങൾ കേൾക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കരുത് എന്നാണ്. നിങ്ങളുടെ രക്ഷകർത്താക്കൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും, ഇതിനാണോ ഈ സാറന്മാർ ഇയാളെ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നത് എന്ന് ചിലപ്പോ വിചാരിക്കുന്നുണ്ടാവും ഇല്ലേ? പക്ഷെ ഞാൻ എൻ്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വീട്ടിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. രക്ഷാകർത്താക്കള് എന്തിനാണ് ഇവരെ വീട്ടിൽ പോയി പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത്? അധ്യാപകർ എന്തിനാണ് വീട്ടിൽ പോയി പഠിക്കണം എന്ന് പറയുന്നത്? വീട്ടിൽ പോയി പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനകത്തൊരു പക്ഷയുണ്ട്, അതിനകത്തൊരു ബട്ട് ഉണ്ട്. ബട്ട്, ആ പക്ഷേ വളരെ ലളിതമാണ്. നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കേണ്ട ഒരു കാര്യവുമില്ല. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിലുണ്ടെങ്കിൽ, നിങ്ങൾ ക്ലാസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മൾ ക്ലാസ്സിലില്ല, നമ്മൾ ക്ലാസ്സിലില്ല. ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ പലപ്പോഴും ക്ലാസ്സിലില്ല, ക്ലാസ്സിൽ വരുന്നില്ല എന്ന് ഞാൻ പറയാം. ക്ലാസ്സിൽ ഇരിക്കുന്നു, പക്ഷെ നമ്മൾ എവിടെ ഇല്ല? ക്ലാസ്സിലില്ല. ഈ നമ്മുടെ ശ്രദ്ധ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഗൗരവം അല്ല, ശ്രദ്ധയോടെ നമുക്ക് ഇരിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. ആ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടത്. ഒരു പുസ്തകമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ. ഞാൻ എപ്പോഴും ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ അധ്യാപകരോടൊക്കെ പറയുന്ന ഒരു പുസ്തകം, നിങ്ങളത് വായിക്കണം എന്ന് പറയാറുണ്ട്. എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു പുസ്തകം ഒരു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ആയ ഒരു പ്രൊഫസറുടെ ആത്മകഥയാണ്. ഞാനിത് എവിടെയും പോയി പറയുന്ന ഒരു സംഗതിയാണ്. ഓട്ടോബയോഗ്രഫി ഓഫ് എ റിട്ടയർഡ് പ്രൊഫസർ എന്നാണ് ഓട്ടോബയോഗ്രഫിയുടെ പേര് തന്നെ. ആത്മകഥയുടെ പേര് തന്നെ അതാണ്, പെൻഷൻ പറ്റിയ ഒരു പ്രൊഫസറുടെ ആത്മകഥ എന്നാണ്. അതിലെ 2ാമത്തെ അധ്യായം ആൻഡ് അഗൈൻ ബ്ലസ് യു എന്നാണ് അധ്യായത്തിന്റെ പേര്. അതിന്റെ ആ 2ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ 2 പാരഗ്രാഫുകൾ ഇങ്ങനെയാണ്. വളരെ കണിശക്കാരനായ അധ്യാപകനാണ് സ്റ്റാൻഫോർഡ്, വളരെ കർക്കശക്കാരനാണ്. അയാളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി പോലും അങ്ങോട്ട് നോക്കുകയോ ഇങ്ങോട്ട് നോക്കുകയോ എണീറ്റ് നിൽക്കുകയോ ഒന്നും ചെയ്യില്ല. ഒരു നിമിഷം ശ്രദ്ധ പാളിപ്പോവില്ല. എല്ലാ കുട്ടികളും ഇങ്ങനെ സകൗതുകം സഗൗരവം ആരെ തന്നെ നോക്കിയിരിക്കും? അധ്യാപകനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ വളരെ ഇന്റലക്ച്വലായ വളരെ പ്രഗത്ഭരായ കുട്ടികളാണ്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് കേംബ്രിഡ്ജിൽ പഠിക്കുന്നത് തന്നെ. അതുകൊണ്ട് അവരെല്ലാം ശ്രദ്ധയോടെ ഇങ്ങനെ കേട്ടിരിക്കും. സ്റ്റാൻഫോർഡ് പറയുന്നു, ഇറ്റ് വാസ് എ ട്യൂസ്ഡേ, ഒരു ചൊവ്വാഴ്ച ദിവസം, അധികം മഴയില്ലാത്തതും അധികം ചൂടില്ലാത്തതുമായ ഒരു ദിവസം, സാധാരണമായ ഒരു ദിവസം. ഞാൻ എന്റെ ക്ലാസ് തുടങ്ങി. ഏതാണ്ട് 20 മിനിറ്റോളം കഴിഞ്ഞു കാണും. എ ബോയ് ഫ്രം ദ മിഡ് ലെയർ സ്റ്റുഡ് അപ്പ്, എണീറ്റ് നിന്നു. ഒരു ആൺകുട്ടി മധ്യഭാഗത്ത് നിന്ന്. അവനിങ്ങനെ എണീറ്റ് നിൽക്കുന്നത് കണ്ട് പഠിപ്പിക്കൽ അവസാനിപ്പിക്കാതെ
ഞാനിങ്ങനെ പുരികമുയർത്തി അവനോട് ചോദിച്ചു, എന്താ എന്താ സാധാരണ എന്റെ ക്ലാസ്സിൽ ആരും അങ്ങനെ എണീറ്റ് നിൽക്കാറില്ല, എന്താ എന്ന് ചോദിച്ചു. അവൻ സ്മൈൽ ചെയ്തുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, സർ. അവൻ എന്നെ വിളിച്ചു, സർ സർ. ഞാൻ പുസ്തകം അടച്ചു. വളരെ ഗൗരവത്തോടെ അവനോട് ചോദിച്ചു, വാട്ട്, എന്താ? ഒരുതരം ഷൗട്ട് ചെയ്യുന്ന പോലെ ഞാൻ ചോദിച്ചു, എന്താ? അവന് മുഖത്ത് ഒരു പരിഭ്രമമില്ലാതെ അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, സർ, just seconds, please. Please wait. Because I am not here. ഞാനിവിടെ ഇല്ല. സെക്കൻഡുകൾ എന്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയിരിക്കുന്നു. ഞാൻ ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ, ഞാനൊന്ന് തിരിച്ചു വന്നോട്ടെ, അതുവരെ അങ്ങ് പഠിപ്പിക്കരുത് പ്ലീസ്. എന്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയിരിക്കുന്നു, ഞാനൊന്ന് തിരിച്ചു വരുന്നത് വരെ അങ്ങ് എന്ത് ചെയ്യരുത്, അങ്ങ് പഠിപ്പിക്കരുത് പ്ലീസ് പ്ലീസ് പ്ലീസ്. സ്റ്റാൻഫോർഡ് പറയുന്നു, എനിക്ക് ദേഷ്യം ഇരച്ചു. കാര്യം എന്താ? അവൻ പറയുക അവന്റെ ശ്രദ്ധ മാറിപ്പോയതിന് അത്രയും സമയം ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന്. പക്ഷെ അവന്റെ റിക്വസ്റ്റ് ജെന്യുവൻ ആയതുകൊണ്ട് ഞാൻ പുസ്തകം അടച്ച് ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് കൈകൾ പിന്നിൽ കെട്ടി ഗൗരവത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഓക്കെ ഓക്കെ ഓക്കെ, നീ റിലാക്സ് ചെയ്യും. ഓക്കെ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ജസ്റ്റ് സെക്കൻഡ്സ്, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ പെട്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ഹേ സാർ, ഐ എം ഓക്കെ and I am here. You can proceed. ഇനി താങ്കൾക്ക് തുടരാം. അപ്പോഴെന്റെ മനസ്സ് തോന്നി, പിന്നെ അവന്റെ അനുവാദം വേണം എനിക്ക് തുടരാൻ. ഞാൻ പുസ്തകം എടുത്തു. ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് ചുമച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഞാൻ അവനോട് പറഞ്ഞു, യു സ്റ്റാൻഡ് അപ്പ്, യു സ്റ്റാൻഡ് അപ്പ്. എല്ലാ കുട്ടികളും അവനെ തിരിഞ്ഞു നോക്കി. എല്ലാവരുടെ മുഖത്തും ഒരു ഭാവം ഉണ്ടായിരുന്നു. എന്താ? അവന്റെ കഥ കഴിഞ്ഞു. കാരണം അടുത്ത നിമിഷം പറയാൻ പോകുന്നത് എന്താ? ഗെറ്റ് ഔട്ട് എന്നായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് എന്ന ഭാവത്തിൽ എല്ലാ കുട്ടികളും അവനെ തിരിഞ്ഞു നോക്കി. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, മൈ ബോയ്, നിന്റെ പേരെന്തെന്നോ നീ ഏത് രാജ്യക്കാരനാണെന്നോ എനിക്കറിയില്ല. പക്ഷെ കൊള്ളാം, ഒരു നിമിഷം നിന്റെ ശ്രദ്ധ പാടിപ്പോയതിന് അത്രയും സമയം നിന്റെ അധ്യാപകൻ പഠിപ്പിക്കരുത് എന്ന് നീ പറഞ്ഞിരിക്കുന്നു. കൊള്ളാം. ആ പറഞ്ഞത് ജെന്യുവൻ ആയിട്ടാണ് എങ്കിൽ, കുറച്ച് സമയം നിന്റെ ശ്രദ്ധ മാറിപ്പോയപ്പോ അത്രയും സമയം അധ്യാപകൻ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞത്, അത്രയും സമയം പഠിപ്പിച്ചാൽ നിനക്കത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞത് സത്യസന്ധമായിട്ടാണ് എങ്കിൽ, ജെന്യുവൻ ആണെങ്കിൽ, മൈ ബോയ്, ഐ ബ്ലസ് യു. നീ കൊള്ളാം, നീ ഒരു ലീഡർ ആകാൻ കൊള്ളാം. സിറ്റ് ഡൗൺ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നീ ഒരു ലീഡർ ആകാൻ കൊള്ളാം. കാരണം നീ പറഞ്ഞത് സത്യമാണ് എങ്കിൽ, എന്താ? 1-2 നിമിഷം നിന്റെ ശ്രദ്ധ മാറിപ്പോയതിന് അത്രയും സമയം ആര് പഠിപ്പിക്കരുത്? നിന്റെ അധ്യാപകൻ പഠിപ്പിക്കരുത് എന്ന് നീ പറഞ്ഞത് സത്യമാണ് എങ്കിൽ കൊള്ളാം, എനിക്ക് നീ ഒരു ലീഡർ ആകാൻ കൊള്ളാം. സ്റ്റാൻഫോർഡ് പറയുന്നു, ആഫ്റ്റർ 12 years I returned from the university. എനിക്ക് കൃത്യം വർഷം അറിയില്ല, 10-15 വർഷങ്ങൾക്കുള്ളിൽ ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്തു. 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഓട്ടോബയോഗ്രഫി എഴുതാനിരിക്കുമ്പോൾ ആ സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. ആദ്യമായിട്ടും അവസാനമായിട്ടും എന്റെ അധ്യാപന രംഗത്ത് കുറച്ച് സമയം ഞാൻ ഇവിടെ ഇല്ല സാർ, അതുകൊണ്ട് അങ്ങ് പഠിപ്പിക്കരുത് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി എനിക്ക് ഓർമ്മ വന്നു. അവനിപ്പോൾ എന്തു ചെയ്യുന്നു എന്നും അവൻ എവിടെയാണുള്ളത് എന്നും അറിയാൻ ഞാൻ കോളേജിൽ ചെന്ന് അവന്റെ അറ്റൻഡൻസ് പരിശോധിച്ച് അവനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ സ്റ്റാൻഫോർഡ് പറയുന്നു, മൈ ഗോഡ്, എന്റെ ദൈവമേ, നീ എന്റെ വാക്കുകളെ എത്രത്തോളം സത്യമാക്കിയിരിക്കുന്നു എന്ന്. കാരണം ഞാൻ അന്ന് പറഞ്ഞത് എന്താ? കൊള്ളാം, നീ പറഞ്ഞത് സത്യസന്ധമാണ് എങ്കിൽ നീ ഒരു ലീഡർ ആകാൻ കൊള്ളാം, ഇരിക്കുക എന്ന് പറഞ്ഞാണ് ബ്ലസ് ചെയ്തത്. അന്നങ്ങനെ വെറുതെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ എത്രമാത്രം യാഥാർത്ഥ്യമായിരിക്കുന്നു. കാരണം ആ വിദ്യാർത്ഥിയെ കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു അവന്റെ രാജ്യം ഇന്ത്യയാണ് എന്നും അവന്റെ പേര് ജവഹർലാൽ നെഹ്റുവാണ് എന്നും ഞാൻ ഈ ഓട്ടോബയോഗ്രഫി എഴുതുമ്പോൾ അവന്റെ രാജ്യം ഭരിക്കുകയാണ് എന്നും അറിയുമ്പോൾ, ഓ മൈ നെഹ്റു, ഐ അഗൈൻ ബ്ലസ് യു ആൻഡ് അഗൈൻ ബ്ലസ് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഓട്ടോബയോഗ്രഫിയുടെ 2ാമത്തെ അധ്യായം സ്റ്റാൻഫോർഡ് എഴുതി തീർക്കുന്നത്. മക്കളെ, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുവാനല്ല ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്.
ജസ്റ്റ് സെക്കൻഡ്സ്, ഞാനിവിടെ ഇല്ല, അത്രയും സമയം അങ്ങ് പഠിപ്പിക്കരുത് എന്ന് പറയുന്ന ആ വിജിലന്റ് ആയിട്ടുള്ള ആ അറ്റൻഷൻ ഉണ്ടല്ലോ, സദാ ഉണർന്നിരിക്കുന്ന ആ ശ്രദ്ധയുണ്ടല്ലോ, ആ ശ്രദ്ധയിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ആ ശ്രദ്ധയിലേക്കാണ് നിങ്ങളുടെ ക്ലാസ് മുറികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഒരു നിമിഷം പോലും നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നില്ല. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ശ്രദ്ധ മാറിപ്പോയാൽ നിങ്ങളും പറയണം, യെസ് ടീച്ചർ പ്ലീസ് പഠിപ്പിക്കരുത്, ഞാൻ ഇവിടെ ഇല്ല, ഐ എം നോട്ട് ഹിയർ. പെട്ടെന്ന് ഞാനിത് ട്രെയിനിങ്ങിനൊക്കെ അധ്യാപകരോട് പറയുമ്പോൾ പല അധ്യാപകരോട് അങ്ങനെ ഒരു അവസരം കൊടുത്താൽ കുട്ടികൾ എന്തായിരിക്കും പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തന്നിരിക്കട്ടെ, ശ്രദ്ധ മാറിപ്പോയാൽ പറയണം. ഒരു നിമിഷം ശ്രദ്ധയൊന്ന് മാറിപ്പോയാൽ ടീച്ചറോട് പറയണം എന്ന് നിങ്ങളെ ടീച്ചർ നിങ്ങൾക്കൊരു അനുവാദം തന്നാൽ എന്തായിരിക്കും ക്ലാസിന്റെ അവസ്ഥ? എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ, ടീച്ചറെ നിക്കി, എവിടെ പോണത്, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ഒന്ന് വന്നോട്ടെ അല്ലേ? യെസ്, അങ്ങനെ ആകണം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ കണ്ടീഷൻ ചെയ്യണം. ടീച്ചറെ ഞാനിവിടെ ഇല്ല, പഠിപ്പിക്കരുത്, ഞാൻ ഉണ്ടാകട്ടെ, ഞാനിവിടെ വേണം, ഞാൻ ഇവിടെ വേണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മൂന്നാമത്തെ ചോദ്യം, ആർ യു ഹിയർ? രണ്ടർത്ഥങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആർ യു ഹിയർ? ആർ യു ഹിയർ? ഷുവർ. ഇവിടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഷുവറായിട്ടും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒരു ഊർജ്ജമില്ലാതെ കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലേ? കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കണം. ഇങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ക്ലാസ് മുറിയിൽ എത്തിക്കണം. നിങ്ങൾ കൊണ്ട് എത്തിക്കണം. നിങ്ങൾ ക്ലാസ് മുറിയിൽ ഉണ്ടായിരിക്കണം. ഒരു നിമിഷം ശ്രദ്ധ നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഞാൻ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അവരോടൊക്കെ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട്, അധ്യാപകർ ക്ലാസ്സിൽ വീണ്ടും നിങ്ങളുടെ അധ്യാപകരൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലായാലും, കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോഴും ഞാൻ പറയുന്നു, ക്ലാസ് മുറിയിലേക്ക് വന്ന ഉടൻ അധ്യാപകർ പഠിപ്പിക്കുകയേ ചെയ്യരുത്. വന്ന ഉടൻ പഠിപ്പിക്കരുത്. വന്നെന്ത് ചെയ്യണം? അധ്യാപകർ ക്ലാസ്സിൽ വന്നിട്ട് എന്ത് ചെയ്യണം? പറ, നിങ്ങളുടെ ആഗ്രഹം പറ. എന്ത് ചെയ്യണം? വർത്താനം പറയണം. അതാണ് എൻ്റെ ശരിക്കും. സംസാരിക്കണമെന്നല്ല, വർത്താനം പറയണം അല്ലേ? ചുമ്മാ അധ്യാപകർ നമ്മളോട് വർത്തമാനം പറയണം. എന്തൊക്കെ കഴിച്ചു? വെറുതെ 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 വർത്തമാനം പറയണം. ഒരു 2-3 മിനിറ്റ് വർത്തമാനം പറയണം. എന്നിട്ട് കുട്ടികളോട് ബഹളം ഉണ്ടാക്കാൻ പറയണം. അങ്ങനെ നിങ്ങളോട് നിങ്ങളുടെ അധ്യാപകർ പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറയൂലേ? അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാമോ? നമുക്കിതൊന്ന് സങ്കല്പിച്ച് നോക്കാമോ? ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണെന്ന് വിചാരിക്കും. ഇത് തിങ്കളാഴ്ച രാവിലെ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഞാൻ വരികയാണ്. വന്നപാടെ ഇവിടെ ഇരുന്ന മോള് പറഞ്ഞ പോലെ ഞാൻ കുറച്ച് വർത്തമാനം പറഞ്ഞു. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, മക്കളെ എന്ത് ബഹളം വേണം ഉണ്ടാക്കിനോടാ, പ്രിൻസിപ്പാളിനോട് ഞാൻ പറഞ്ഞോളാം, എന്ത് ബഹളം വേണം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അതിശക്തമായി നിങ്ങൾ ബഹളം ഉണ്ടാക്കി. ഡെസ്കിന്റെ പുറത്ത് കിടന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി, അലറി വിളിക്കാൻ തുടങ്ങി, അട്ടഹസിക്കാൻ തുടങ്ങി. എന്ത് ബഹളം വേണം ഉണ്ടായിക്കോ. ബഹളം ഉണ്ടാക്കി. ഞാൻ 7 മിനിറ്റ് സമയം തരാമെന്ന് പറഞ്ഞു. 7 മിനിറ്റ് നാട്ടുകാർ പോലും ഓടി വരുന്ന തരത്തിൽ നിങ്ങൾ സംഹാര താണ്ഡവമാടി എന്ന് തന്നെ വിചാരിക്കൂ. ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി എന്ന് തന്നെ വിചാരിക്കൂ. യെസ്, 7 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പറയുന്നു യെസ്. എന്നിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു, ശരി, എനിക്ക് തോന്നുന്നു ഇനി ആരോ ഇനിയും ബഹളം ഉണ്ടാക്കാൻ ഒരു തോന്നലുണ്ട്, 2 മിനിറ്റ് സമയം കൂടെ തരാം, ഇനിയും ബഹളം ഉണ്ടായിക്കോളൂ. പിന്നെയും നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നു, തലച്ച് വീളിച്ച് പൊടിക്കുന്നു. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഇനി 2 മിനിറ്റ് സമയം കൂടെ തരാം, ഇനിയും നിങ്ങൾക്ക് ബഹളം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ തൊണ്ട അടഞ്ഞവനും തൊണ്ട പൊട്ടിയവനും ശബ്ദം പോയവനും എന്നാലും എല്ലാവരും എന്നാലും എന്ത് ചെയ്യും? എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വെള്ളം ഉണ്ടാക്കും അല്ലേ? ഓക്കെ, അവസാനം ഞാൻ പറയുന്നു, ഇനി 1 മിനിറ്റ് സമയം കൂടെ തരാം, ഇനിയും ആർക്കെങ്കിലും ബഹളം ഉണ്ടാക്കാനുണ്ടെങ്കിൽ ബഹളം ഉണ്ടാക്കാം, ഇനിയും ആർക്കെങ്കിലും കൂകി വിളിക്കാനുണ്ടെങ്കിൽ കൂകി വിളിക്കാം എന്ന് പറഞ്ഞാൽ, മക്കളെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എന്ത് പറയുമെന്ന് അറിയാമോ? ഇനി നമ്മളിവിടെ വയ്യ, ഇനി സാറ് കൂവ് നമ്മൾ കേൾക്കാം എന്ന് പറയും. ഇനി സാറ് കൂവ് നമ്മൾ കേൾക്കാം. അതിനെ
നമുക്കിങ്ങനെ മാറ്റി പറയാം. ഇനി സാറ് പറയും, ഞങ്ങൾ കേൾക്കാം. അതിനെ കുറച്ചുകൂടെ മാറ്റി പറയാം. ഇനി ടീച്ചർ പഠിപ്പിക്ക്, ഞങ്ങൾ കേൾക്കാം. ഇനി പഠിപ്പിക്കൂ, സാർ പഠിപ്പിക്കൂ, ഞങ്ങൾ കേൾക്കാം. ഐ എം ഹിയർ, വി ആർ ഹിയർ. കാരണം ഞങ്ങൾക്ക് ബഹളം ഉണ്ടാക്കാനില്ല, ഒരു ബഹളവും ഇനി ഉണ്ടാക്കാനില്ല. സൈലൻസ്. സാറിനെ പേടിച്ചല്ല മിണ്ടാതിരിക്കുന്നത്. മിണ്ടാവയ്യ, ഇനി സംസാരിക്കാൻ വയ്യാതെ, ഇനി അതിനുള്ള ഊർജമില്ല. ഇനി പഠിപ്പിക്കൂ സർ. കെമിസ്ട്രി, യെസ്, കേൾക്കാം. കെമിസ്ട്രി കേൾക്കാം. ഫിസിക്സ്, ആ നിതാന്തമായ നിശബ്ദതയിലിരുന്ന് നിങ്ങൾ ഫിസിക്സ് കേട്ടാൽ, നിങ്ങൾ മാത്തമാറ്റിക്സ് കേട്ടാൽ, നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. അതാണ് നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രി. നിങ്ങളുടെയും എന്റെയും ഇവിടെ ഇരിക്കുന്ന സർവ്വ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും എല്ലാം തലച്ചോറിൽ റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. എന്ത് കാണുന്നുവോ, എന്ത് കേൾക്കുന്നുവോ, കേൾക്കാൻ വേണം കേട്ടാൽ, കാണേണ്ട വിധം കണ്ടാൽ, ഈ റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് നിങ്ങളൊന്നും ജീവിതകാലം ഒരിക്കലും മറന്നുപോവില്ല. അത് അവിടെ ഉണ്ടാകും. അനായാസേന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് ക്വസ്റ്റ്യൻ നമ്പർ 1 ഉത്തരം ഓട്ടോമാറ്റിക് ആയിട്ട് വരും നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന്. നിങ്ങൾക്ക് എഴുതാം. അത് വളരെ ഭംഗിയായിട്ട്, അല്ല ഒരു ഭാരവും കൂടാതെ പാട്ടൊക്കെ പാടി എന്ന് പറഞ്ഞു. ഇതിപ്പോ അങ്ങനെയാണോ സംഭവിക്കുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുന്നത് തന്നെ എന്താ, സാറിനെ കൂടെ പറപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വാങ്ങിക്കുന്നത് അല്ലേ? എന്തൊരു ഭയമാണ്. വാങ്ങി നമ്മൾ വായിച്ചു നോക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1 അറിഞ്ഞൂടാ അല്ലേ? 2 പഠിക്കണമെന്ന് വിചാരിച്ചാണ്, പഠിച്ചില്ല. നമ്പർ 3 നോട്ട് എഴുതണമെന്ന് വിചാരിച്ചാണ്, അപ്പോഴേ പറഞ്ഞാണ് എല്ലാവരും എഴുതിയിട്ടില്ല. നമ്പർ 4 ഈ സിലബസിലുള്ളത് തന്നെ. നമ്പർ 5 ഇത് ഫിസിക്സാ കെമിസ്ട്രിയാ. നമ്പർ 6 ഞാൻ തോക്കും. ഇങ്ങനെയാണ് നമുക്കറിയാവുന്നത് കൂടെ എഴുതുവാൻ കഴിയാതെ നമ്മൾ പരാജിതരാകുന്നു. മറ്റേ അങ്ങനെയല്ല മക്കളെ, അറിഞ്ഞുകൂടാത്തതും മനസ്സ് കൊണ്ടുവരും. അറിഞ്ഞുകൂടാത്തതും എഴുതാൻ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ സഹായിക്കുക. അതാണ് നമ്മുടെ മനസ്സിന്റെ അപാരമായ കപ്പാസിറ്റി. കൊണ്ടുവരും, ഉത്തരങ്ങൾ കൊണ്ടുവരും. അതിന് നിങ്ങൾ ക്ലാസ് മുറിയിൽ ഉണ്ടാകണം, അതിന് നിങ്ങൾ സജ്ജരാകണം. എങ്കിൽ വീട്ടിൽ പോയി എന്തിനു പഠിക്കണം? നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ വീട്ടിൽ പോയി വെറുതെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങോട്ട് കിടന്ന് ഇങ്ങോട്ട് കിടന്ന് പിന്നെ TV ഒക്കെ കണ്ട് കിടന്നുറങ്ങി, രാവിലെ വീണ്ടും സ്കൂളിൽ വരിക. സ്കൂളിൽ വരുമ്പോൾ ഞാൻ എവിടെയുണ്ട്? ക്ലാസ്സിലുണ്ട്. സ്കൂളിലുണ്ട് എന്നുള്ളതല്ല, ക്ലാസ്സിലുണ്ട്. യെസ് ടീച്ചർ പഠിപ്പിക്കൂ, ഞാൻ കേൾക്കുന്നു, ഞാൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ, ഞാൻ കാണുന്നുള്ളൂ. ഞാൻ വരാന്തകളിലൂടെ പോകുന്ന ആളുകളെ കാണുന്നില്ല, ഞാൻ വന്നു നിൽക്കുന്ന വാഹനങ്ങളെ കാണുന്നില്ല, ഞാൻ വേറൊന്നും കാണുന്നില്ല. ഞാൻ എന്ത് മാത്രമേ കാണുന്നുള്ളൂ? എന്ത് മാത്രം? ആ ശബ്ദം മാത്രം, ആ കെമിസ്ട്രി മാത്രം, അല്ലെങ്കിൽ ഫിസിക്സ് മാത്രം. എന്താണോ നിങ്ങൾ പഠിക്കുന്നത് അത് മാത്രം. ഈ അത് മാത്രമായ ശാന്തമായ ഒരു ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും? അതാണ് എൻ്റെ ചോദ്യം. അധ്യാപകർ നിങ്ങളെ വഴക്ക് പറയുന്നില്ല, ഡേ ഇങ്ങോട്ട് നോക്ക് എന്ന് പറയുന്നില്ല, ശ്രദ്ധിച്ചിരിക്കാനാണ് പറയുന്നത് എന്ന് പറയുന്നില്ല. അധ്യാപകന് വളരെ സന്തോഷം. എന്തുമാത്രം കൗതുകത്തോടെ, സഗൗരവം. എനിക്കിപ്പോൾ ഉണ്ടാവുന്ന സന്തോഷം പോലെയാണ്. ഇതൊരു ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പല സ്കൂളുകളിലും പോകുന്ന ആളാണ്. അപ്പൊ പ്രിൻസിപ്പാള് സ്വാഗതമൊക്കെ പറയാൻ വരുമ്പോഴത്തേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ് പ്രിൻസിപ്പാൾ സ്വാഗതം പറഞ്ഞു തീർക്കുന്നത്. സമ്മതിക്കില്ല, അത്രയും ബഹളവും ഒക്കെയാണ്. പക്ഷെ ഇവിടെ എനിക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുന്നു. എത്ര ഇങ്ങനെ കൂളായിട്ട് വെറും നിലത്ത് അസ്വസ്ഥരൊന്നും അല്ലാതെ ഇങ്ങനെ കേട്ടിരിക്കുന്നു. മക്കളെ, ഇതുപോലെ ഒരു അസ്വസ്ഥതയും ഇല്ലാതെ കെമിസ്ട്രി ക്ലാസ്സിലിരിക്കണം. ഒരു കോട്ടുവാ പോലും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. വിരൽ ഞൊടിക്കാതെ, ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കാതെ, ഇതെപ്പോ തീരുമെന്തോ, ഇവർക്ക് ലീവും ഇല്ലല്ലോ ഈശ്വര എന്ന് വിചാരിക്കാതെ. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്, സത്യം. എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറിന്റെ ഭർത്താവ് കാലൊടിഞ്ഞു കിടക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം അവര് പോയി ആശുപത്രിയിൽ ഇരിക്കുമല്ലോ അത്രയും കാലം, നമുക്ക് സ്വസ്ഥത കിട്ടുമല്ലോ, ഇങ്ങോട്ട് വരൂലല്ലോ ഇല്ലേ. ഞങ്ങളെയൊക്കെ കൊച്ചുനാളിൽ ക്ഷേത്രത്തിൽ 1 രൂപയോ 50 പൈസയോ ഒക്കെ കാണിക്കേട്ടിട്ടുണ്ട്. കാരണം എന്താ? ടീച്ചറിന് തുമ്മലെങ്കിലും പറഞ്ഞേ ദൈവം, അവരിന്ന് വരരുത്. അങ്ങനെയല്ല, എല്ലാ അധ്യാപകരും വരണം. ക്ലാസ് മുറികൾ എത്ര സജീവമാണ്, ക്ലാസ് മുറികൾ എത്ര ശാന്തമാണ്.
ക്ലാസ്സിൽ വരണം. ക്ലാസ്സിൽ വന്നിരുന്നിട്ട് നമുക്ക് അടുത്തിരിക്കുന്ന ആളിനെ തോണ്ടാനും ഞോണ്ടാനും സംസാരിക്കാനും തോന്നരുത്. മറ്റങ്ങനെയല്ല, നമ്മൾ അറിയാതെ അടുത്തിരിക്കുന്ന ആളിനെ നമ്മള് നോക്ക് കൊണ്ട ഇന്ന് നമ്മൾ പറയുന്നു അല്ലേ? ഇതല്ലേ നമ്മളെ കുട്ടികളുടെ ഒരു രീതി. അതാണ് അധ്യാപകർ പഠിപ്പിക്കുകയും ചെയ്യും, നമ്മൾ അടുത്തിരുന്ന് എന്ത് ചെയ്യും ഉണ്ടാ ഞെടങ്ങാണ്. ഇതില്ലാതെ, ഇതൊരു അസ്വസ്ഥതയാണ്. ഈ ഇറിറ്റേഷൻ ഇല്ലാതെ, എന്നാൽ ഒട്ടും ഭാരമില്ലാതെ റിലാക്സ് ആയി ക്ലാസ്സിലിരിക്കാൻ കഴിയണം. കെമിസ്ട്രി ഇങ്ങനെ കേൾക്കുകയാണ്. എനിക്കൊരു കാലത്ത് കെമിസ്ട്രി ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാലത്ത് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കെമിസ്ട്രി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അന്ന് ടീച്ചർ എന്നോട് പറയുമായിരുന്നു, H2O തമ്മിൽ വലിയ സമ്മർദ്ദത്തിൽ ചേർത്താൽ വെള്ളം കിട്ടുമെന്ന്. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? രണ്ടുപേരെ വീട്ടിന്റെ പറമ്പിലെടുത്ത് കുഴിയെടുത്താൽ പോരെ, വെള്ളം കിട്ടൂലേ? അതിന് H2O കൂടെ ഇത്രമാത്രം കഷ്ടപ്പെട്ട് ചേർക്കുന്നത് എന്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കെമിസ്ട്രി ഇഷ്ടമാണ്. കാരണം കെമിസ്ട്രി ഇല്ലാതെ ലോകമില്ല. തലച്ചോറ് പോലും കെമിസ്ട്രി ഇല്ലാതെ മുന്നോട്ട് പോവില്ല. അതുകൊണ്ടാണ് ഞാൻ അറിയാതെ ഇങ്ങനെ കെമിസ്ട്രി എന്ന് വന്നു പോകുന്നത്. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും നിങ്ങൾ ക്ലാസ് മുറിയിൽ നിങ്ങളെ കൊണ്ടിരുത്തണം, ഒരു ഭാരവുമില്ലാതെ. അതിനാണ് ഞാൻ ബുദ്ധന്റെ കഥ പറഞ്ഞത്. അത് ഉപേക്ഷിക്കൂ, ആ ഭാരം ഉപേക്ഷിക്കൂ മക്കളെ. മനസ്സിന്റെ ടെൻഷൻ ഉപേക്ഷിച്ച് ക്ലാസ്സിൽ കൂളായി കടന്നു വരും. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പട്ടിണിയെ കുറിച്ചും ദാരിദ്ര്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അത് നമുക്ക് പിന്നെ പറയേണ്ട വിഷയമാണ്. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവാം, അച്ഛൻ ചിലപ്പോൾ മദ്യപാനിയായിരിക്കാം, വീട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത കുട്ടികളുമായിരിക്കും. അത് ഞാൻ പിന്നെ പറയാം സമയം കിട്ടുകയാണെങ്കിൽ. അങ്ങനെയുള്ള ഒരുപാട് ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും ക്ലാസ്സിൽ വന്ന് എങ്ങനെ ഇരിക്കണം? റിലാക്സ് ചെയ്തിരിക്കണം. അതൊന്നും നമ്മുടെ മനസ്സിലില്ല. ഞാൻ ഇവിടെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ സജ്ജമാക്കണം നിങ്ങളുടെ മനസ്സിനെ. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സജ്ജമാക്കണമെങ്കിൽ അങ്ങനെ എനിക്ക് പറഞ്ഞിട്ട് പോകാൻ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ എന്നെ ചോദിക്കുന്നു, അങ്ങനെ വന്ന് ഇരിക്കാൻ പറ്റണ്ടേ? അങ്ങനെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണ്ടേ? നമ്മൾ അറിയാതെ സംസാരിച്ചു പോകുന്നു, നമ്മൾ അറിയാതെ ശ്രദ്ധ മാറിപ്പോകുന്നു. ഈ അറ്റൻഷൻ ഡീവിയേഷൻ ഉണ്ടാകരുത്. ഇവിടെ തന്നെ ഉണ്ട്. അതുണ്ടാക്കി തീർക്കാൻ എന്താ വഴിയെന്ന് നിങ്ങൾക്ക് അറിയാമോ മക്കളെ? എന്താ വഴി? ക്ലാസ്സിൽ ഉണ്ടായിരിക്കാൻ എന്താ വഴി? മനഃപൂർവ്വമായിട്ട് ശ്രമിക്കാൻ പറ്റില്ല. മനസ്സിനൊരു കുഴപ്പമുണ്ട്. മനഃപൂർവ്വമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഇന്നിവിടെ ഇതെല്ലാം തന്നെ ശ്രദ്ധിച്ചിരിക്കും, ഒറ്റ എണ്ണനെ വിളിച്ചു പോകരുത് എന്ന് പറഞ്ഞിരുന്നാൽ കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തുവാടെ ഇത്രയും നേരം പറഞ്ഞത്? മനസ്സിന്റെ ഒരു പ്രത്യേകത അതാണ്. കൃത്രിമമായി നമുക്ക് മനസ്സിനെ കൊണ്ടിരുത്താൻ കഴിയില്ല. സ്വാഭാവികമായി ക്ലാസ്സിലിരിക്കണം, സ്വാഭാവികമായി കൗതുകത്തോടെ കേട്ടിരിക്കണം. അതിനെന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ തിരിഞ്ഞു നോക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ, ശ്രദ്ധ മാറിപ്പോകാതെ, എന്ത് ശബ്ദം കേട്ടാലും അതൊന്നും നമ്മുടെ ഇതിൽ വരാതെ ഇങ്ങനെ കേട്ടിരിക്കാൻ എന്താ എളുപ്പ വഴി? പറ, എന്ത് ചെയ്യാം? അങ്ങനെ ഇഷ്ടമുണ്ടോ നോക്കി അങ്ങനെ ക്ലാസ്സിലിരിക്കാൻ? ഉണ്ട്. അങ്ങനെ വളരെ ഞാൻ ഈ പറഞ്ഞതുപോലെ ശ്രദ്ധയൊന്നും മാറിപ്പോകാതെ ഇങ്ങനെ അധ്യാപകർ പറയുന്നത് തന്നെ കേട്ട് റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതിന്? അത് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ, നിങ്ങളത് ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ സിമ്പിളായൊരു ടെക്നിക്കേ ഉള്ളൂ അതിന്. എന്താ ചെയ്യാൻ പറ്റുന്നേ? പറ. ഒരു കൃത്രിമമായ ടെക്നിക്കും അതിനകത്തില്ല. ഒരൊറ്റ ടെക്നിക്കേ ഉള്ളൂ. ഈ പ്രായം കൗമാരമാണ്. നിങ്ങളാകുന്നത്ര ബഹളം വെച്ച് തീർക്കണം. പുറത്ത് ആകുന്നത്ര ബഹളം വെച്ച് തീർത്തിട്ട് മാത്രമേ എവിടെ വരാവൂ? ക്ലാസ്സിലേക്ക് വരാവൂ. അമ്മമാരുണ്ടെങ്കിൽ അമ്മമാരോട് പറയുക, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നായി ബഹളം വയ്ക്കാൻ പ്രേരിപ്പിക്കണം. അമ്മമാര് മിക്കവാറും മക്കളോട് പറയുന്ന എന്താ അല്ലേ? അല്പമെങ്കിലും നമ്മളൊന്ന് ഒച്ചത്തിൽ സംസാരിച്ചാൽ ആദ്യം പറയുന്ന സെന്റൻസ് എന്താ? ഒരു പെണ്ണാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു, ഓ ശരിയാണ്, ഞാനൊരു പെണ്ണാണ്. ശരി, നമ്മളായിട്ട് ഇനി ഒന്നും മിണ്ടുന്നില്ല അല്ലേ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ബഹളം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ കുറയുന്നു. ഇവിടെ ഇരിക്കുന്ന ആൺമക്കളോടൊക്കെ എനിക്ക് പറയേണ്ടതേ, നേരത്തെ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി പഠിക്കരുത് എന്ന്. പക്ഷെ മക്കളെ, നിങ്ങളോട് ഞാൻ പറയുന്നത്, ഞായറാഴ്ച എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടെങ്കിലേ ഒരക്ഷരം പഠിക്കരുത്. സത്യമാണ് ഞാൻ പറയുന്നത്. രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങണം. വിശപ്പുണ്ടെങ്കിൽ മാത്രം ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ കയറരുത്. കളിച്ച് തിമർക്കണം. അതായത് ക്രിക്കറ്റ് എങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ എങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു പ്ലേ, അത് നിങ്ങൾ പ്ലേ ഗ്രൗണ്ടിൽ കിടന്ന് തിളച്ച് മറിയണം, അലറി വിളിക്കണം, പറഞ്ഞും വിളിച്ചും തീർക്കണം ഞായറാഴ്ച മുഴുവൻ.
പെൺകുട്ടികൾ നിങ്ങളുടെ വീടിന്റെ പിന്നാമ്പുറത്തോ വല്ല പറങ്ങിമാവിൻ തോപ്പോ റബ്ബർ തോപ്പോ വല്ലതും ഉണ്ടെങ്കിൽ കൂകി തിമർക്കണം. സത്യമായിട്ട് ഞാൻ നിങ്ങളെ കൂകാൻ പഠിപ്പിക്കാൻ വന്നവരാണ്. നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് കൂകാൻ പോലും അറിഞ്ഞുകൂടാ, ബഹളം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. കാരണം നമ്മളറിയാതെ നമ്മുടെ മനസ്സ് വേണ്ട 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 വേണ്ട, ഞാനൊരു പെൺകുട്ടിയാ, വേണ്ട 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 എന്ന് പറഞ്ഞ് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നു. പെൺകുട്ടികളൊന്നും ഞായറാഴ്ച അമ്മമാർക്ക് ഒരു സ്വൈര്യം കൊടുക്കരുത്, മനസ്സിലായോ? ഒരു 350 തവണ വിളിക്കണം, അമ്മ അമ്മ അമ്മ, പിന്നെ അമ്മ, ഞാനേ അമ്മ, ഇന്നലെ അമ്മ, അമ്മ അമ്മ അമ്മ, പിന്നെ അമ്മ. അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ പേടിച്ച് തള്ളിട്ട് ഓടണം, അടി ഉണ്ടാക്കണം. അങ്ങനെയൊക്കെയാണ് നിങ്ങളെ ബഹളങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ, മനസ്സിലായോ? അതിനിടയിലും പിന്നെയും പോയി ഹോംവർക്ക് ചെയ്യുക, അങ്ങനെ അതൊക്കെ നേരത്തെ തീർക്കണം. ബഹളം ഉണ്ടാക്കണം. ബഹളം ഉണ്ടാക്കുന്ന മനസ്സിന് ക്ലാസ്സിലിരിക്കാൻ കഴിയില്ല. അസ്വസ്ഥമായ മനസ്സിന് ക്ലാസ്സിലിരിക്കാൻ കഴിയില്ല. കള്ളമുള്ള മനസ്സിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഉള്ളിൽ തിളയ്ക്കുന്ന മനസ്സിന് ശ്രദ്ധിക്കാൻ കഴിയില്ല. ശ്രദ്ധ വേണോ? നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കണോ? നിങ്ങളുടെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടായിരിക്കരുത്. വീരശൂര പരാക്രമിയായിരുന്നു കർണൻ. കർണൻ പരശുരാമന്റെ അരികിൽ നിന്ന് ആയുധാഭ്യാസം പഠിക്കുവാൻ ഒരു കൊച്ചു കള്ളം പറയേണ്ടി വന്നു. പരശുരാമൻ ബ്രാഹ്മണരെ മാത്രമേ ആയുധാഭ്യാസം പഠിപ്പിക്കൂ. അതുകൊണ്ട് ക്ഷത്രിയനായ കർണൻ ഞാൻ ബ്രാഹ്മണനാണ് എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? പഠിപ്പിക്കാൻ വന്നു. പക്ഷേ പഠിപ്പിക്കുമ്പോഴൊന്നും ശരിയായ ശ്രദ്ധയിൽ കർണൻ അവിടെ ഉണ്ടായിരുന്നേ. കർണനെല്ലാം പഠിച്ചു, പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അവന്റെ മനസ്സിൽ മറ്റേ ചിന്ത ഉണ്ടായിരുന്നു. എന്താ? ഞാൻ ആരല്ല, ഞാൻ ബ്രാഹ്മണനല്ല, ഞാൻ ക്ഷത്രിയനാ, കള്ളമാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് അവന്റെ മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവസാനം എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ് ഗുരുദക്ഷിണ വെച്ച് നമസ്കരിക്കാൻ ഒരുങ്ങുമ്പോ പരശുരാമൻ പറഞ്ഞത്, കർണ നീ ക്ഷത്രിയനാ. കള്ളം പറഞ്ഞുകൊണ്ടാ ക്ലാസ്സിലിരുന്നത്, കള്ളം പറഞ്ഞുകൊണ്ടാ ക്ലാസ്സിലിരുന്നത്. അതുകൊണ്ട് എനിക്കറിയാം നീയെല്ലാം പഠിച്ചു. പക്ഷെ ഞാൻ പറയുന്നു, എപ്പോഴാണോ ഇത് പ്രയോഗിക്കേണ്ടി വരുന്നത്, ഇതെല്ലാം പ്രയോജനീഭവിക്കേണ്ടി വരുന്നത്, ഇതെല്ലാം പ്രയോജനപ്പെടുത്തേണ്ടി വരുന്നത്, അപ്പോൾ കർണ നിനക്കൊന്നും ഉതകാതെ പോകും. ഇതാണ് എനിക്ക് പറയേണ്ടത് എന്ന് പറഞ്ഞു. കാരണം മനസ്സ് കരുതി, ബോസ്റ്റ് അനുഗ്രഹം, ഗുരുവായ ഇങ്ങനെ എന്നെ അവസാനം അനുഗ്രഹിക്കണം. എപ്പോഴാണോ പ്രയോജനപ്പെടുന്നത് അപ്പോൾ ഒന്നും ഉതകാതെ പോകും. നല്ല വാക്കുകൾ, മനോഹരം, ബെസ്റ്റ് അല്ലേ? പക്ഷെ കർണന് മനസ്സിൽ കരുതി അങ്ങനെ ഉതകാതെ പോകാൻ മന്ത്രങ്ങൾ അറിയാം, ശാസ്ത്രങ്ങൾ അറിയാം, സർവ്വതും അറിയാം, പിന്നെ ഞാൻ എന്തിനു ഉതകാതിരിക്കണം? അതുകൊണ്ടാണ് നടന്നുപോയി. പക്ഷെ എന്ത് സംഭവിച്ചു? ഏറ്റവും ഒടുവിൽ രഥചക്രങ്ങൾ ചാലിൽ ഉറഞ്ഞു പോകുന്ന സമയത്ത്, അർജുനൻ ആയുധമെടുക്കുന്ന സമയത്ത്, അരുതെന്ന് വിളിച്ച് കേട്ടിട്ടും അർജുനൻ ആയുധമെടുത്ത് നിൽക്കുന്ന സമയത്ത്, വലം കൈകൊണ്ട് ഉപേക്ഷിച്ചിരുന്ന ആയുധം വലിച്ചെടുത്ത് ഈ അസ്ത്രം പോലും എടുത്തിട്ട് മന്ത്രം മറന്നുപോയി. കാരണം മന്ത്രം മറന്നുപോയി. അതുകൊണ്ട് കർണൻ ഇങ്ങനെ പകച്ച് ആദ്യം മനസ്സിൽ കരുതി വിളിച്ചു, ദൈവങ്ങളെ, കർണൻ മന്ത്രം മറന്നു പോകുന്നു, എനിക്ക് മന്ത്രം ഓർമ്മ വരുന്നില്ല, എനിക്ക് ഓർക്കാൻ കഴിയട്ടെ, ഏത് മന്ത്രമാണ് ഇപ്പൊ പ്രയോഗിക്കേണ്ടത്? പക്ഷേ ദൈവങ്ങൾ അങ്ങ് മാഞ്ഞുപോയി. ദൈവങ്ങൾ അങ്ങ് നമ്മളില്ല എന്ന് പറഞ്ഞ് മാറിക്കളഞ്ഞു. ദൈവങ്ങൾ മാറിയപ്പോ അവസാനം പിതാവിനെ മനസ്സിൽ ധ്യാനിച്ചു, പിതാവായ സൂര്യനെ മനസ്സിൽ ധ്യാനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്നും ഇതുവരെ അർത്ഥിച്ചിട്ടില്ല കർണൻ, ഒന്നും ചോദിച്ചിട്ടില്ല കർണൻ. ഇല്ല, ഇതുവരെ സൂര്യഭഗവാൻ എന്ന് പറയുന്ന പിതാവിനോട് ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു പെൻസിൽ പോലും വാങ്ങി തരണമെന്ന് പറഞ്ഞിട്ടില്ല, റബ്ബർ കട്ട പോലും വാങ്ങി തരണമെന്ന് പറഞ്ഞിട്ടില്ല, അല്ലേ? ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ. ഇതാ ആദ്യമായിട്ട് കർണൻ അർത്ഥിക്കുന്നു, ഭഗവാനെ, എന്റെ പിതൃശ്രേഷ്ഠനായ സൂര്യഭഗവാനോട് ഞാൻ പറയുന്നു, എനിക്ക് മന്ത്രം പറഞ്ഞു തരൂ. സൂര്യൻ അങ്ങ് മങ്ങിക്കളഞ്ഞു, മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു കളഞ്ഞു. അവസാനം ആരുപേക്ഷിച്ചാലും, ദൈവങ്ങൾ ഉപേക്ഷിച്ചാലും, സ്വന്തം മാതാപിതാക്കൾ ഉപേക്ഷിച്ചാലും, ഇതുപോലൊരു ഘട്ടത്തിൽ ഉപേക്ഷിക്കില്ല ഒരാൾ, ഗുരുനാഥൻ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് നെഞ്ചകത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, ഗുരുനാഥ, മന്ത്രം മറന്നിരിക്കുന്നു കർണൻ, മറന്നു നിൽക്കുന്നു കർണൻ, ഇത് പരീക്ഷയാണ്, ഇതെന്റെ പരീക്ഷാ സമയമാണ്, എനിക്ക് ഓർമ്മിപ്പിച്ചു തരൂ, ഞാൻ മറന്നു പോകുന്നു എന്ന് പറഞ്ഞു നിൽക്കുമ്പോ ഗുരു പ്രത്യക്ഷപ്പെട്ടു. കർണന് കാണായി ഗുരുശ്രേഷ്ഠനെ. തൊഴുകൈകളോടുകൂടി പറഞ്ഞു, മറന്നുപോകുന്നു ഞാൻ. അപ്പൊ ഗുരു പറഞ്ഞു, കർണ, പഠിപ്പിച്ചു എല്ലാം ഞാൻ, പക്ഷേ പഠിപ്പിക്കുമ്പോഴൊന്നും നീ അവിടെ ഉണ്ടായിരുന്നില്ല. നിന്റെ ഉള്ളിൽ ഒരു കള്ളം തിളച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ഉള്ളിലില്ല. ആവശ്യം വരുമ്പോൾ നീ മറന്നുപോകും, ആവശ്യം വരുമ്പോൾ ഉതകാതെ പോകും എന്ന് ഞാൻ അന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ സന്ദർഭമാണിത്. കർണ,
ഉതകില്ല, കാരണം നിന്റെ ഉള്ളിലില്ല. നീ പഠിച്ചു, പക്ഷെ ഉള്ളിലില്ല. അപ്പോൾ അർജുനന്റെ അസ്ത്രം കർണനെ വീഴ്ത്തിയിരുന്നു. കർണന് യാഥാർത്ഥ്യം മനസ്സിലായി. പഠിച്ചാൽ മാത്രം പോരാ, പിന്നെയോ പഠിക്കുന്നത് ഉൾക്കൊള്ളണം, അവിടെ ഉണ്ടായിരിക്കണം. ആ ഉണ്ടായിരിക്കലിലേക്കാണ് മക്കളെ ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. എത്ര ലളിതമാണെന്നറിയാമോ? ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം, ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. ഐ ആം ഹിയർ, ഞാൻ ഇവിടെ ഉണ്ട്. വളരെ റിലാക്സ് ചെയ്തിരുന്ന് നിങ്ങൾക്കിത് കേൾക്കാൻ, ഒരു കഥ കേൾക്കുന്നത് പോലെ വളരെ അനായാസേന ഈ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ കേൾക്കാൻ. നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോവാണെങ്കിൽ നിങ്ങൾ എണീറ്റ് എന്ന് പറയണം, ടീച്ചർ ഇന്നെന്തോ ഒരു ശ്രദ്ധ മാറിപ്പോകുന്നു, ഒരു 5 മിനിറ്റ് പ്ലീസ്, അല്ല ഒരു 2 മിനിറ്റ് പ്ലീസ്. അധ്യാപകരും അതിനനുസരിച്ച് ശരിയായി വരും. ശരിയായി വരും എന്ന് പറഞ്ഞാൽ അധ്യാപകർക്ക് അത് മനസ്സിലാവും. എല്ലാ ദിവസവും നിങ്ങൾ എന്നും എണീറ്റൊന്ന് ടീച്ചറെ പഠിപ്പിക്കല്ലേ എന്നൊന്നും പറയാനൊന്നും പോകുന്നില്ല. കാരണം കുട്ടികളെല്ലാം നല്ലവരാ, അതിലൊരു സംശയമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തന്നാൽ ആ അവസരം നിങ്ങൾ പോസിറ്റീവായി കൊണ്ടുവരും. ഈ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഇനി പറ, വീട്ടിൽ പോയി പഠിക്കണോ വേണ്ടയോ? വേണ്ട. എങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലുണ്ടെങ്കിൽ. അതിനൊരു ചെറിയ ഉദാഹരണം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ എവിടെയും പോയി പറയുന്ന ഒരു ഉദാഹരണമാണ്. നിങ്ങളൊരു സിനിമ കാണാൻ പോകുന്നേ, നിങ്ങളൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു സിനിമ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണെന്ന് വിചാരിക്കൂ. നിങ്ങളത് മറന്നു പോവില്ല. ആ സിനിമ നിങ്ങൾ കണ്ട സിനിമയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ് കിലുക്കം. എല്ലാവർക്കും ആ സിനിമയുടെ രംഗങ്ങളും എല്ലാം ഓർമ്മയില്ലേ? കണ്ടവർക്ക് ആ സിനിമ ഇപ്പോഴും മറക്കാതെ നിൽക്കും ഇല്ലേ? ചില ഡയലോഗുകൾ വരെ നമുക്ക് ഓർമ്മ വരും ഇല്ലേ? അങ്കമാലിയിലെ പ്രധാനമന്ത്രി എൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞ സെന്റൻസുകൾ. 6-ാം തമ്പുരാൻ എന്നൊരു സിനിമ ഞാൻ പറയുന്നു. അതെന്താ അങ്ങനെ ഒരു പ്രത്യേകത? അപ്പൊ ഒരു ഞാൻ മനസ്സിൽ ഓർക്കുന്ന വെറുതെ ഓർമ്മ വന്ന ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നു അല്ല? കഥാപാത്രങ്ങൾ, നായകൻ, നായിക, ഇതെല്ലാം ഓർമ്മ വരുന്നില്ലേ? നിങ്ങളിൽ നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ഏറ്റവും പുതിയ ഒരു പാട്ട് പാടാൻ നിങ്ങളിവിടെ വിളിക്കുന്നു. മഴനീർത്തുള്ളികൾ എന്ന പാട്ട് പാടാൻ പറയുന്നു. നിങ്ങളിവിടെ വന്ന് വളരെ മധുരമായി മനോഹരമായി ആ പാട്ട് പാടുന്നു. ഈ പാട്ടോ ഈ സിനിമയോ, എൻ്റെ ചോദ്യം, നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചിട്ടാണോ നിങ്ങൾ ഇവിടെ വന്ന് പാടുന്നത്? ആണോ? ഇപ്പൊ ഞാൻ സാധാരണ ഉദാഹരണം, ഇപ്പൊ അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി എന്ന പാട്ട് പാടാൻ പറയുന്നു. ഇവിടെ വന്ന് ആ കുട്ടി അനായാസേന ആ പാട്ട് പാടുന്നു. ഇതെപ്പോഴെങ്കിലും വീട്ടിൽ ചെന്നിരുന്ന് കാണാതെ പഠിച്ചിട്ടാണോ? അല്ല. അതേസമയം പിന്നെ പാട്ട് നിങ്ങളെ മലയാള പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ടെന്ന് വിചാരിക്കൂ. നിങ്ങൾ വീട്ടിൽ ചെന്ന് എത്ര തവണ വായിക്കേണ്ടി വരും? അനുരാഗ വിലോചനനായി, വേറെ ഒരു വാക്കും കിട്ടിയില്ല കവിക്ക്. വിലോചനൻ അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ട്. പക്ഷെ ഒരു സിനിമ പാട്ട് അനായാസേന നമ്മുടെ ബ്രെയിനിലേക്ക് കയറി വരും. സിനിമ കയറി വരുന്നു. ഇങ്ങനെ സിനിമ കയറി വരുന്നത് പോലെ, ഇങ്ങനെ സിനിമ നിങ്ങളുടെ തലച്ചോറിലേക്ക് കയറി വരുന്നത് പോലെ, ഒരു പാട്ട് അനായാസേന ഇങ്ങനെ കടന്നു പോകുന്നത് പോലെ നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോക്ക് ചെയ്യാൻ കഴിയണം. ഫിസിക്സിനെയും കെമിസ്ട്രിയെയും ഹ്യൂമാനിറ്റീസിനെയും, അത് കൊമേഴ്സായ കൊമേഴ്സിനെയും കമ്പ്യൂട്ടർ സയൻസിനെയും ബയോളജിയെയും സുവോളജിയെയും ബോട്ടണിയെയും എല്ലാറ്റിനെയും. അതൊരു ജാലവിദ്യയാണ്. ആ ജാലവിദ്യ പകർന്നു തരാൻ നിങ്ങളുടെ അധ്യാപകർക്ക് കഴിയില്ല. അത് നിങ്ങൾക്ക് മാത്രം കഴിയും. ഓക്കെ, ഞാനിവിടെ ഉണ്ട്. അപ്പൊ അടുത്തിരുന്ന് ആരെങ്കിലും വിളിച്ചേട്ടെ ഇതൊന്ന് കേൾക്കട്ടെ. നമ്മൾ സാധാരണ ഒരു സിനിമ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആരെങ്കിലും നമ്മളെ തോണ്ടി വിളിക്കും. നമ്മൾ എന്ത് പറയും? നമ്മൾ ചുമ്മാ ഇരുന്നാണ്, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയില്ലേ? വെറുതെ ശല്യപ്പെടുത്തില്ലേ, ഞാൻ ഇത് ഒന്ന് കേട്ടോട്ടെ. അങ്ങനെ ക്ലാസ്സിൽ ഒരാൾ നിങ്ങളെ വിളിച്ചാൽ ഞാൻ ഇത് ക്ലാസ് ഒന്ന് ആദ്യം കേൾക്കട്ടെ. നമ്മൾ അങ്ങനെയല്ല, ഒന്ന് വിളിയടേ അല്ലേ? അതിനാണ് പ്രാധാന്യം. ആരെങ്കിലും ഒന്ന് വിളിച്ചെങ്കിൽ അല്ലേ? പണ്ട് കോളേജിലൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ 2 രൂപയൊക്കെ കൊടുത്ത് ഷട്ടം കെട്ടിയിരിക്കുമായിരുന്നു. എന്താ, ക്ലാസ് തുടങ്ങി പകുതിയാകുമ്പോൾ വന്ന് വിളിച്ചോണ്ട് പോവാൻ. അവിടെ വന്ന് നിന്ന് ടീച്ചർ മധുജനെ ആവശ്യമുണ്ട്, പ്രിൻസിപ്പാൾ വിളിക്കുന്നു. ടീച്ചർ പറഞ്ഞു മധുജൻ പ്രിൻസിപ്പാൾ വിളിക്കുന്നു. തന്നെ ടീച്ചർ പ്രിൻസിപ്പാൾ വിളിക്കുന്നു, പോയിക്കോട്ടെ എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ പഴയ കോളേജിൻ്റെതായ ഒരു തമാശകളൊക്കെയാണ്. ബട്ട് ഇപ്പൊ അതല്ല. പഠനം നിങ്ങളുടെ ഈ +2 തലം വരെ വളരെ ഗൗരവമായി. ആ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. ക്ലാസ്സിൽ ഉണ്ടാകുന്ന ജാലവിദ്യ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് വരാം. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇത് വളരെ വലിയ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിനെ റിലാക്സ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ വെറുതെ വന്നിങ്ങനെ ഇരിക്കണം. കാലൊക്കെ നീട്ടി വെച്ചിരുന്നോളൂ, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കൂ, കാണട്ടെ. എണീറ്റ് നിൽക്കണമെങ്കിൽ എണീറ്റിട്ടൊക്കെ ഒന്നിരിക്കും ഒരു 2 മിനിറ്റ്.
ആർക്കെങ്കിലും എണീറ്റ് നിൽക്കണമെങ്കിൽ എണീക്കാം, കാലുകൾ നീട്ടി വെച്ചിരിക്കണമെങ്കിൽ ചരിച്ചു വെച്ചിരിക്കണമെങ്കിൽ വേണമെങ്കിലും ബഹളമുണ്ടാക്കുക. ബട്ട് ടീച്ചർ അല്ലെങ്കിൽ സാറ് ക്ലാസ്സിൽ വന്നു, പിന്നെ വളരെ പതിയെ 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 നിങ്ങൾ തന്നെ റിലാക്സ് ചെയ്ത് ബഹളം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. ശരി, അപ്പൊ നമ്മൾ ഒരു ചാപ്റ്റർ കഴിയുന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തുടങ്ങിയത് ഒരു ഭാരവുമില്ലാതെ ക്ലാസ്സിൽ വരിക, ഒരു ഭാരവുമില്ലാതെ പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. ഒരു ഭയവും കൂടാതെ പരീക്ഷ എഴുതാൻ കഴിയണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉള്ളിലുണ്ടാവണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം, ക്ലാസ് മുറിയിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ക്ലാസ് മുറിയിൽ ഉണ്ടാകാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്. എന്താ? ബഹളങ്ങളെല്ലാം ഉണ്ടാക്കി തീർത്ത് വളരെ സമാധാനപരമായി ക്ലാസ്സിൽ വരാൻ പറഞ്ഞ ഒരു ടെക്നിക്കാണ്. തീർന്നില്ല, ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ബാക്കിയുണ്ട്. അതാണ് നമുക്ക് അടുത്ത് വളരെ കുറച്ച് സമയം കൊണ്ട്, ഒരു 10-15 മിനിറ്റ് കൊണ്ട് എനിക്ക് പറയേണ്ടതും ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനോ സംസാരിക്കാനോ ഒക്കെ ഉള്ളത് അതിന് ശേഷമാണ്. അപ്പൊ ഏറ്റവും പ്രധാനം, നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞാലും, ഞാനെന്നല്ല ഞങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠനം തന്നെയാണ്, പരീക്ഷ തന്നെയാണ്. ഇത് വളരെ ലാഘവത്തോടെ ഏറ്റവും ടോപ്പായിട്ട് അവരവർക്ക് കഴിയുന്നത്ര മാക്സിമം മാർക്കിൽ, മാക്സിമം ഗ്രേഡിൽ മുന്നോട്ട് വരിക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അതിനുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, റിലാക്സ് ആൻഡ് കം ഹിയർ. വളരെ സാധാരണമായ, ഒട്ടും ഭാരമില്ലാത്ത നല്ല മനസ്സോടെ ഇങ്ങോട്ട്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് രാജാവാണ് രാജാവാണ് എന്ന ഒരു ഭാരം കൊണ്ടാണ് പ്രസേനജിത്ത് ബുദ്ധനെ നമിച്ചത്. ആ ഭാരം, അങ്ങനെ പരീക്ഷ എന്ന ഭാരമോ പഠനം എന്ന ഭാരമോ ഇല്ലാതെ ക്ലാസ്സിനകത്തേക്ക് വരാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തു. ഇനി നമുക്ക് അടുത്ത്, ഇതൊക്കെ ആണെങ്കിലും ധാരാളം ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രായമാണിത്. എൻ്റെ ശരീരത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഹോർമോൺ മാറ്റങ്ങളെക്കാൾ, ഹോർമോൺ ചേഞ്ചുകളെക്കാൾ കൂടുതൽ പരിണാമങ്ങൾ, കൂടുതൽ പ്രോസസ്സുകൾ, പ്രവർത്തനങ്ങൾ ആരുടെ ശരീരത്തിൽ നടക്കുന്നു? നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങളുടെ കൗമാരമായതുകൊണ്ട്. ഒരു മനുഷ്യ ജീവിതത്തിലെ ശൈശവം, ബാല്യം, ആദ്യ ബാല്യം, അന്ത്യബാല്യം, അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അത് കഴിഞ്ഞ് പ്യൂബർട്ടി കഴിഞ്ഞ് എന്ത് വരുന്നു? അഡോളസൻസ് വരുന്നു. അഡോളസൻസ് കഴിഞ്ഞ് അഡൾട്ട്ഹുഡ് വരുന്നു. അഡൾട്ട്ഹുഡ് കഴിഞ്ഞാണ് ഓൾഡ് ഏജ് വന്നു മരണമടയുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചലനം അല്ലെങ്കിൽ പ്രോസസ്സുകൾ, പ്രക്രിയകൾ ശരീരത്തിൽ നടക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതാ? കൗമാരമാണ്, അല്ലേ? ഒരുപാട് ഹോർമോണുകൾ, ഓക്സിറ്റോസിനൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ല പ്രക്രിയ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ധാരാളം ചേഞ്ചുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ, ധാരാളം ചേഞ്ചുകൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ ചില സംഘർഷങ്ങൾ ഉണ്ടാകും. നമ്മൾ അറിയാതെ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ്, കോൺഫ്ലിക്റ്റുകളാണ്, ധർമ്മസങ്കടങ്ങളാണ്, ആശയക്കുഴപ്പങ്ങളാണ്, കൺഫ്യൂഷൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രായമാണ് കൗമാരം എന്ന് പറയുന്നത്. പത്രങ്ങളൊക്കെ പറയുന്നത് കൗമാരം വളരെ തീക്ഷ്ണമാണ്, കൗമാരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എവിടത്തെയോ സ്കൂളിലെ ഏതൊക്കെയോ കുട്ടികൾ എന്തൊക്കെയോ ചെയ്തു, അതുകൊണ്ട് നമ്മുടെ കൗമാരവും അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉണ്ട്. അതിലൊന്നും നിങ്ങൾ കാര്യമുണ്ട്. കൗമാരം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലമാണ്. സംഘർഷങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഒരുപാടുണ്ടെങ്കിലും നല്ല കാലമാണ് കൗമാരം എന്നുകൂടെ നിങ്ങൾ തിരിച്ചറിയണം. നല്ല കാലമാണ്. ശാരീരികമായി ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, മാനസികമായി ഒരുപാട് വ്യത്യാസങ്ങൾ. ഏറ്റവും ശാരീരികമായ വ്യത്യാസങ്ങൾ ആവശ്യകതയില്ല, എനിക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഈ പ്രായത്തിൽ മാനസികമായ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ, എന്ത് പ്രതിസന്ധിയാണ് നിങ്ങൾ നേരിടുന്നത്? നിങ്ങളുടെ ഇപ്പൊ എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ദുഃഖങ്ങൾ എനിക്ക് എത്രയോ പേര് എഴുതി തന്നിട്ടുണ്ട്. അച്ഛൻ്റെ മദ്യപാനം ഒരു പ്രശ്നമാണ്, അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ ഒരു പ്രശ്നമാണ്, വീട്ടിലൊരു സ്വസ്ഥതയില്ല, വീട്ടിൽ എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് നമ്മൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു പ്രശ്നമില്ലാത്തവരൊക്കെ വളരെ കുറവാണ്. രക്ഷകർത്താക്കളൊക്കെ വന്നിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം കുട്ടികളോട് സംസാരിക്കുക,
കുട്ടികളോട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിർദ്ദേശങ്ങളാണ് ഈ കാലഘട്ടത്തിൽ രക്ഷാകർത്താക്കളോട്. രക്ഷാകർത്താക്കൾക്കാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്ക് ഉള്ളത്. രക്ഷാകർത്താക്കൾക്കും അധ്യാപകർക്കുമാണ് ഒന്നിലേറെ ട്രെയിനിങ്ങുകൾ. ഒരു അക്കാദമിക വർഷം രക്ഷാകർത്താക്കൾക്ക് ഒരു 3 ട്രെയിനിങ് എങ്കിലും കൊടുക്കണം എന്നൊരു അഭിപ്രായമാണ്. അത് ഒരുപാട് പ്രയോജനം ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ രക്ഷാകർത്താക്കൾ കുറച്ചു പേരെങ്കിലും ഉള്ളത് എനിക്ക് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന 9-10 മക്കളുടെ അമ്മമാരും ഒക്കെയാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു, അല്ലേ? അത് വളരെ നല്ലതാണ്. ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന്റെ രക്ഷാകർത്താക്കളോട് പറഞ്ഞ കുട്ടികളോട് പ്രധാനമായിട്ട് നിങ്ങളോട് എന്താണ് മക്കളെ എനിക്ക് പറയേണ്ടത്? ഇതൊക്കെ തന്നെയാണ്. ഇതിനപ്പുറം ഞാൻ പിന്നെ എന്ത് പറയാനാണ്? പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളോട് കുറെ കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ അധ്യാപകരോടും എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ എഴുതി തരുമായിരിക്കാം. എനിക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എണീറ്റ് നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാവുമ്പോൾ ചിലപ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര ഷോക്കൊക്കെ ഉണ്ടാവും. ഈ കഴിഞ്ഞ വർഷം മാവേലിക്കരയിലെ ഒരു സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഈ വർഷം ആദ്യം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോഴത്തേക്കും ഒരു ആൺകുട്ടി ഇങ്ങനെ എണീറ്റ് നിന്നപ്പോഴത്തേക്കും മറ്റ് കുറേ സുഹൃത്തുക്കളെല്ലാം കൂടെ ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി, ആരവമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ആ എണീറ്റ് നിൽക്കലും ആരവവും കണ്ടപ്പോൾ തന്നെ തോന്നി ആശാൻ ഒരു വില്ലനാ, അല്പ ബഹളക്കാരനാ. ഇങ്ങനെ നേരെ ഇങ്ങനെ കയറി വന്നു. എൻ്റെ കയ്യിലാണ് മയക്കിരിക്കുന്നത്. ഞാൻ അങ്ങ് കൊടുത്തിട്ട് പറയാൻ പറഞ്ഞു. ഞാൻ അല്പം മാറി നിന്നു. എന്ത് വേണം പറയാൻ പറഞ്ഞു. അപ്പൊ അധ്യാപകരും ഇങ്ങനെ എന്തും പറയും എന്നുള്ള രീതിയിൽ അധ്യാപകരും ഒന്ന് പകച്ചു. അപ്പൊ പെട്ടെന്ന് ഇപ്പുറത്തുനിന്ന് പ്രിൻസിപ്പൽ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ മൈക്ക് കൊടുക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പറയട്ടെ, എന്തായാലും പറയട്ടെ, നമ്മളല്ലേ ഉള്ളൂ, കൂടിപ്പോ എന്ത് പറയും, അവൻ എനിക്കിട്ട് 2 തെറി വിളിക്കും, അത്രയല്ലേ ഉള്ളൂ, അപ്പൊ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ആരവൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ ആരവം നിർത്തുക, അയാൾ പറയട്ടെ. അപ്പൊ ഒരു വില്ലനാണെന്ന് തോന്നി ആശാൻ. മൈക്ക് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം അവന് തുടങ്ങി. സാറ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ കേട്ടു. ഞാൻ മനസ്സിൽ കരുതി. എന്നിട്ട് അവൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്ന് ശനിയാഴ്ചയാ. വളരെ നിഷേധമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇന്ന് ശനിയാഴ്ചയാ. സാധാരണ ശനിയാഴ്ച ഇവിടെ വരാറില്ല. പിന്നെ ഇന്നിവിടെ വന്നതാ. ഇന്നിവിടെ ഇങ്ങനെ ഒരു ക്ലാസ് ഒന്നും ഉണ്ടെന്ന് അറിഞ്ഞു വന്നതല്ല, ചുമ്മാ വന്നതാ. വന്നപ്പാ കേട്ടപ്പോ എല്ലാം കൊള്ളാം. ശനിയാഴ്ച പിന്നെ അവന്റെ ഭാവം ഇങ്ങനെ മാറി വരിക. ശനിയാഴ്ച സാധാരണ ഞങ്ങൾ ക്ലാസ്സിൽ വരാറില്ല, ശനി ഞായറും അങ്ങനെ എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ അവൻ പതറുന്നതും അവന്റെ നിഷേധം മാറുന്നതും അവൻ തേങ്ങുന്നത് ഒരു ഗ്രാഫാണ്. തുടക്കം ഇങ്ങനെ നിഷേധത്തിൽ നിന്നിട്ട് ശനിയാഴ്ച അങ്ങനെ വരാറില്ല, ശനി ഞായറും എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല, അവന് പിന്നെ വാക്കുകൾ കിട്ടാതെ ഇങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്, ഞാനത് ആരടുത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ചങ്കുറ്റത്തോടു കൂടി കയറി വന്ന ഇവനിങ്ങനെ കരയുക, നമ്മളൊക്കെ വിസ്മയിപ്പിച്ചുകൊണ്ട്. ഞാൻ എടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താ പേര്? എൻ്റെ പേര് സലി എന്നാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സാർ. ഞാൻ പറഞ്ഞോട്ടെ? ഞാൻ പറഞ്ഞു പറ, എന്താ പറയാനുള്ളേ? ഞാൻ ശനിയാഴ്ച ഞാൻ ക്ലാസ്സിൽ വരില്ല, എനിക്ക് വരാൻ പറ്റില്ല. ശനിയാഴ്ച ഞാൻ വരാത്തോണ്ട് എൻ്റെ ക്ലാസ് ടീച്ചർ എന്നെ പുറത്താക്കിയിട്ടുണ്ട്. എൻ്റെ വാപ്പാനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചറാണ് നിൽക്കുന്നത് എന്നവൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ വാതിൻ്റെ അവിടെ നിന്ന് ക്ലാസ് ടീച്ചർ മെല്ലെ അങ്ങ് മാറി, നമ്മളല്ല. അവൻ വീണ്ടും ഞാൻ കാര്യം പറയാം എന്താ. അപ്പൊ അവൻ വീണ്ടും പറഞ്ഞു, ശനിയാഴ്ച ഞായറാഴ്ച എനിക്ക് ഒരിടത്ത് പോകാൻ പറ്റില്ല, ശനിയാഴ്ച എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ല, എൻ്റെ ടീച്ചർക്കൊന്നും അറിയില്ല, എൻ്റെ വാപ്പ കിടപ്പില്ല, വാപ്പയ്ക്ക് തളർവാതാ, ശനി ഞായറും രാത്രിയും പകലും കൂലിപ്പണിക്ക് പോയാലേ വാപ്പയ്ക്കുള്ള മരുന്ന് വാങ്ങിയാൽ എനിക്ക് പറ്റും. നിങ്ങൾക്കറിയോ, എനിക്ക് സിനിമയിലൊക്കെ ഡയലോഗ് കേൾക്കുന്ന പോലെ ഞാനിങ്ങനെ കൈയും കെട്ടി കേട്ടുന്നത്. അവനിങ്ങനെ വാക്ക് പറയാൻ വേണ്ടിയിട്ട് വരുന്ന കരച്ചിൽ മുഴുവൻ അടക്കിട്ട് അവ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയോ എൻ്റെ ഉമ്മക്ക് ഭ്രാന്താ, എൻ്റെ ഉമ്മ ഭ്രാന്തിയാ, എനിക്കൊരു അനിയത്തി ഉള്ളത് മന്ദബുദ്ധിയാ, അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ശനി ഞായറും ജോലിക്ക് പോയി പറ്റൂ, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അതിനെ എത്ര തവണ ടീച്ചർ പുറത്താക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? ഇത് ചോദിച്ചിട്ട് ഇങ്ങനെ മൈക്ക് വെച്ചിട്ട് കണ്ണിങ്ങനെ അമർത്തി തുടക്കിയ സത്യമായിട്ട് എനിക്കൊരു കൊളുത്ത് വീണ തോന്നി എൻ്റെ ഹൃദയത്തിൽ. നിങ്ങൾക്കറിയോ, എൻ്റെ ഉമ്മ ഭ്രാന്തിയാ, അവൻ്റെ വാക്കാ, അവൻ്റെ ഉമ്മ ഭ്രാന്തിയാ, എൻ്റെ അനിയത്തി മന്ദബുദ്ധിയാ, അവർക്കൊക്കെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ ജോലിക്ക് പോകണമെന്ന് പറയുന്നൊരു ആൺകുട്ടി.
ഇതെന്തൊരു വിഷമാണെന്ന് ആലോചിച്ച് നോക്ക് മക്കളെ. അവൻ്റെ വാക്കുകളല്ല എന്നെ കരയിപ്പിച്ചത്, എനിക്കൊരു സങ്കടം ഉണ്ടാക്കിയത്. ഞാൻ നോക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ കണ്ണു തുടയ്ക്കുന്നത് കണ്ടു. അവർക്കറിയില്ലായിരുന്നു അവൻ എന്തുകൊണ്ട് ശനിയാഴ്ചകളിൽ ക്ലാസ്സിൽ വരില്ലായിരുന്നു എന്ന് ആ ടീച്ചറിന് അറിയില്ലായിരുന്നു. അവരവന് ഒരുപാട് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, ഇത് മനസ്സിലാക്കാൻ സാറ് വരേണ്ടി വന്നില്ലേ. എൻ്റെ ക്ലാസ്സിൽ എൻ്റെ മക്കളല്ലേ അവർ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറയുക. അന്ന് ആ സ്കൂളിൽ ഒരുപാട് കൂട്ടക്കരച്ചിലായി. ഞാൻ മാത്രം കരഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ കളിച്ചു പിടിച്ച് നിന്നു. അപ്പോൾ അന്ന് ഒരുപാട് ഇങ്ങനെ സങ്കടങ്ങളുടെ ഒരു ദിവസമായിരുന്നു. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ അന്ന് നടന്നു, ഇവൻ്റെ ഈ ഒരു ഓപ്പണിങ്. അപ്പൊ ടീച്ചർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ, എൻ്റെ മക്കളല്ലേ, എൻ്റെ ഒരു ക്ലാസ്സിൽ എൻ്റെ മക്കളുടെ കാര്യം മനസ്സിലാക്കാൻ സാറ് ഒന്ന് സംസാരിക്കേണ്ടി വന്നു. അതെനിക്ക് വിഷമം. എന്നിട്ട് എനിക്ക് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവനിപ്പോ സാറ് പറഞ്ഞതുപോലെ അവൻ എന്നോട് പറയുമായിരുന്നില്ലേ. അപ്പൊ ഞാൻ അത്രയല്ലേ ഉള്ളൂ സാർ അവനെ സ്നേഹിച്ചിട്ടുള്ളത്. ഞാൻ അവനോട് ദേഷ്യത്തിൽ നിന്നു. ഞാൻ അവനോട് ഒരു പ്രജുഡിസ് വെച്ച് പുലർത്തി, ഒരു മുൻധാരണ. അവൻ മോശക്കാരന്, അവൻ പഠിക്കില്ല, അവൻ വില്ലനാണെന്നുള്ള ഒരു ധാരണ ഞാൻ വെച്ച് പുലർത്തി. എന്ന് പറഞ്ഞാൽ ടീച്ചർ ഒരുപാട് എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു. പക്ഷെ എനിക്ക് സങ്കടം വന്നത്, എനിക്കൊരു മനസ്സിലൊരു ഒരു കൊളുത്തിങ്ങനെ വീണത്, ഈ മൈക്ക് വെച്ചിട്ട് അവൻ ഇറങ്ങിപ്പോയി. അപ്പൊ അത്രയും നേരം ആരവം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു ആൺകുട്ടി ഇങ്ങനെ ചട്ടുപുട്ടെന്ന് എണീറ്റ് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ? എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞു ഓടി വന്ന് മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, ചതി, ഇത് ചതിയാ. കൂട്ടുകാരനാണെന്ന് പറഞ്ഞാൽ മതിയോ? കൂട്ടുകാരനവൻ ഇത്രയും കാലം ഞങ്ങളുടെ അടുത്തിരുന്ന് ബഹളം ഉണ്ടാക്കി, ഇപ്പോഴും അടുത്തിരുന്ന് ഹലറി വിളിച്ച് ബഹളം ഉണ്ടാക്കി, എന്നിട്ട് കൂട്ടുകാരനാണെന്ന്. എന്നിട്ട് അവൻ പറയുന്നത് കേട്ടോ, അവന്റെ വാപ്പാന് സുഖമില്ല, ഇതൊക്കെ ഞങ്ങളോട് പറയണ്ടേ? ഇതാ കൂട്ടുകാരനെന്ന് പറഞ്ഞാൽ? ഇതൊക്കെ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, തൊട്ടടുത്തിരിക്കുക കൂട്ടുകാരനെന്ന് പറഞ്ഞ്. ഞാൻ വിചാരിച്ചിരുന്നത് ഇവന്റെ വാപ്പ അങ്ങ് ഗൾഫിലിരുന്ന് ഒരുപാട് പണം അയച്ചു കൊടുക്കുന്നു, അതിന്റെയൊക്കെ തിമർപ്പാ ഇവനീ കാണിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ. അവനവന്റെ ദുഃഖങ്ങൾ പറയണ്ടേ? അതല്ലേ കൂട്ടുകാരനെന്ന് പറഞ്ഞാൽ? വിഷമങ്ങളൊക്കെ പറയണ്ടേ? ഇതാ കൂട്ടുകാരനെന്ന് ചോദിച്ചാൽ? ചതി എന്ന് പറഞ്ഞിട്ട് അവനും സങ്കടം വന്ന് ഇറങ്ങിപ്പോകുന്നു. മക്കളെ, നിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിനെ അറിയുമോ? നിങ്ങൾ പരസ്പരം ചോദിക്കേണ്ട, നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ മുമ്പിൽ വെക്കുന്നത്. ഈ ചോദ്യത്തെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ കൂട്ടുകാരെന്നല്ല, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്കറിയുമോ? ഞാൻ ചുമ്മാ ഈ ചോദ്യവുമായിട്ട് അങ്ങനെ നേരിട്ട് ബന്ധമില്ലെങ്കിലും ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കുക. എന്താ മോളുടെ പേര്? വിഷ്ണുപ്രിയ. എന്നാ ബർത്ത്ഡേ? എണീക്കണ്ട, ഇരുന്ന് പറഞ്ഞാൽ മതി, എണീക്കണ്ട. ഓഗസ്റ്റ് 3. ഉറപ്പാണോ? യെസ്. അച്ഛനും അമ്മയൊക്കെ അമ്മയുടെ ബർത്ത്ഡേ നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങൾക്കറിയാം. ഞാൻ പെട്ടെന്ന് വെറുതെ വിഷ്ണുപ്രിയോട് ചോദിച്ചു, അമ്മയുടെ ബർത്ത്ഡേ? അതറിയില്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളുടെ ബർത്ത്ഡേ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല, അല്ല വിഷ്ണുപ്രിയ. ഞാൻ ഓരോരുത്തരുടെ ഹൃദയത്തിലും കൂടെ പറയാം, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, നിങ്ങളുടെ ബർത്ത്ഡേ ഓർത്ത് പായസം ഉണ്ടാക്കി തരുന്ന, അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് എടുത്ത് തരുന്ന മക്കളെ, ഇന്ന് നിന്റെ പിറന്നാളാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ. ഇതിന്റെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പക്ഷെ ഈ ചോദ്യം അമ്മയുടെ ബർത്ത്ഡേ ഓർത്ത് വെക്കുന്നതിനാണോ അമ്മയുടെ സ്നേഹം, അമ്മയോടുള്ള സ്നേഹം നിങ്ങൾ ചോദിക്കണ്ട. പക്ഷെ കാര്യങ്ങൾ അമ്മയ്ക്ക് അറിയാം. പക്ഷെ അമ്മയെ അറിയുമോ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന സുഹൃത്തിനെ അറിയുമോ എന്ന് ഞാൻ വീരത്തൊക്കെ ചോദിച്ചത് സ്നേഹമാണ്. പക്ഷെ പോരാ, ഇത്രയൊന്നും പോരാ. ഇതിനേക്കാൾ അറിയണം, ഇതിനേക്കാൾ കുറച്ചുകൂടെ സ്നേഹിക്കണം. എന്തിനാണെന്നറിയാമോ? ബഹളങ്ങളൊന്നുമില്ലാത്ത ക്ലാസ്സിലിരിക്കാൻ, ഇത് കേൾക്കാൻ, പഠനം കുറച്ചുകൂടെ നന്നായിട്ട് ഒരു തലത്തിലേക്ക് വരാൻ നിങ്ങൾ ഈ സ്നേഹം നിങ്ങൾ കുറച്ചുകൂടെ സ്നേഹിക്കണം. സംഘർഷങ്ങളൊന്നുമില്ലാതെ കൗമാരത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങളുടെ വീടാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയും. ഞാനിവിടെ എന്നെ വിളിച്ചു, ഞാൻ വന്നു. പക്ഷെ എന്റെ അഭിപ്രായം ഒരു മക്കൾക്കും കൗൺസിലിംഗ് വേണ്ട.
കൊടുക്കരുത്. കാരണം നിങ്ങളുടെ കൗൺസിലിംഗ് നിങ്ങളുടെ വീടായിരിക്കണം, നിങ്ങളുടെ കൗൺസിലർ നിങ്ങളുടെ അമ്മയായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏത് പെൺകുട്ടിക്കാണ് അമ്മയോട് പറയാൻ പറ്റാത്ത ഒരു രഹസ്യമുള്ളത്? എന്നോട് പറ. അമ്മയോട് പറയാൻ പറ്റാത്ത രഹസ്യം ഒരു പെൺകുട്ടിക്ക് എന്ത് രഹസ്യമാണുള്ളത്? അമ്മയോട് പറയാൻ പറ്റാത്ത ഒന്നുമില്ല, അല്ലേ? എല്ലാം അമ്മയോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങൾ വീണ്ടും ഞാൻ ഇനി ചോദ്യങ്ങൾ മാത്രം കുറെ ബാക്കി. നിങ്ങളൊരു രഹസ്യം നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ബാക്കി വെക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സമാധാനം കിട്ടുക. ക്ലാസ്സിൽ സ്വസ്ഥമായിരിക്കാൻ പറ്റില്ല. രഹസ്യം ഉണ്ടെങ്കിൽ ഒരു രഹസ്യവും പാടില്ല. അത്ര ഓപ്പൺ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് കാര്യങ്ങൾ പറയണം. ഇതൊക്കെയാണ് കൗമാരത്തെ അടുക്കും ചിട്ടയോടെയുള്ള കാര്യങ്ങൾ. എല്ലാം പറയണം, സർവ്വതും പോയി പറയണം. നേരത്തെ ഞാൻ പറഞ്ഞ സലീം, അവന്റെ വീട്ടിലെ വിഷമങ്ങൾ, ഇതുപോലെ നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും, എന്തെല്ലാം വിഷമങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും, എന്തെല്ലാം കാര്യങ്ങൾ. ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ മക്കളോടും പറയും, നിങ്ങളെല്ലാം പോയി പറയണമെന്ന്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എല്ലാവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എല്ലാം പോയി പറയണമെന്ന്. ഈ കായംകുളത്തെ ഏതോ സ്കൂളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. 1-2 വർഷം മുമ്പുള്ള ഒരു അനുഭവമാണ്. ഞാൻ ഇതുപോലെ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങളെല്ലാം പോയി പറയണം. കുട്ടികൾ മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് 1-2 കുട്ടികളൊക്കെ വന്നു. ഒരു പെൺകുട്ടി വന്നിട്ട് അവൾ മൈക്കെടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണെന്നറിയാമോ? സാറ് പറഞ്ഞില്ല എല്ലാം പറയണമെന്ന്. പറയാം സർ, ഞാൻ കുറേ ദിവസമായി സ്കൂളിൽ വന്നിട്ട്. 10-21 ദിവസത്തിന് ശേഷമാണ് ഇന്ന് സ്കൂളിൽ വരുന്നത്. ഇന്ന് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്ന് സ്കൂളിൽ വരുന്നത്. സാർ പറഞ്ഞു എല്ലാ അമ്മയോട് പോയി പറയണമെന്ന്. ഞാൻ ഈ 10-21 ദിവസം ഈ സ്കൂളിൽ വരാത്തത് 23 ദിവസം മുമ്പ് ക്യാൻസർ ബാധിച്ച് എൻ്റെ അമ്മ മരിച്ചുപോയി. സാറ് പറഞ്ഞില്ലേ എല്ലാം പോയി പറയണമെന്ന്. ഈ കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം ഞാൻ ആരോട് പോയി പറയും? സാർ പറ, ഞാൻ ആരോട് പോയി പറയും? ഞാൻ ആ പെൺകുട്ടി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? മക്കളെ നിങ്ങൾ പറ, എന്ത് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കും? ഇതൊക്കെ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എനിക്കറിയാം ഇത് പറയുമ്പോഴും ഉള്ളു തേങ്ങുന്ന ഒരു കുട്ടിയെങ്കിലും ഇതിനകത്തുണ്ടാവും. എത്രയോ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാർ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമാണ്. കാരണം വേറൊന്നുമല്ല, അമ്മയില്ല, അതുകൊണ്ടാ. ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. മക്കളെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് വേണ്ടെന്ന്. ഒരു കൗൺസിലിംഗ് വേണ്ടെന്ന് ഞാൻ പറയാം. എന്തുകൊണ്ടെന്നറിയാമോ? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ബിക്കോസ് യു ഹാവ് എ മദർ. നിങ്ങൾക്കൊരമ്മയുണ്ട്. അതില്ലാത്തവർക്കറിയാം അതിൻ്റെ വേദന, അതില്ലാത്തവർക്കറിയാം അതിൻ്റെ നൊമ്പരം, അതില്ലാത്തവർക്കറിയാം അതിൻ്റെ പിടപ്പ് എന്താണെന്ന്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷത്തിനും ഒരമ്മ ഉണ്ട്, അത് നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ചുമ്മാ ഞാൻ ചോദിച്ചതാ, അമ്മയുടെ ബർത്ത്ഡേ അറിയാമോന്ന്. അപ്പൊ പരിധി അതറിയില്ല. ആ ബർത്ത്ഡേക്ക് നിങ്ങൾ വിടൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ സ്നേഹമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഉണ്ടോ? ഉണ്ട്, പക്ഷെ പോരാ. ഇങ്ങനെയൊന്നും അല്ല. എങ്കിൽ നിങ്ങൾ അമ്മയോട് ദേഷ്യപ്പെടില്ല. സ്നേഹം കൊണ്ടായിരിക്കാം ദേഷ്യപ്പെടുന്നത്. അമ്മയോട് ദേഷ്യപ്പെടരുത്. അമ്മയോട് ശാന്തമായി സംസാരിക്കണം. അമ്മയോട് ശാന്തമായി സംസാരിക്കണം. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിലൊക്കെ ഭയങ്കര ദേഷ്യമാണ്. കൗമാരത്തിലെ ഓരോരോ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. കൗമാരത്തിലെ ഒന്നാമത്തെ കാര്യം ദേഷ്യം കൂടുതലാണ്. ചുമ്മാ അങ്ങ് ദേഷ്യം വരും. നമ്മൾ ആരോ ആയെന്നൊരു തോന്നൽ, അല്ലേ? അതുവരെ നമ്മൾ വലിയ അനുസരണയോടെയൊക്കെ അമ്മ പറയുന്നത് കേൾക്കുകയും, പിന്നെ നമ്മൾ ഈ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ചുമ്മാ ഇരിക്കണം കേട്ടോ അമ്മ, നിങ്ങൾ മിണ്ടായിരിക്കും, ഞാൻ പറഞ്ഞോളാം, പിന്നെ ഞാൻ പറയാം, അമ്മ മിണ്ടായിരിക്കേ എന്നാകും. തിരുവനന്തപുരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചില ആൺകുട്ടികളൊക്കെ അമ്മയോട് പറയുന്ന ഭാഷ ഇങ്ങനെയൊന്നുമല്ല. എന്നാ കളവി, മിണ്ടായിരിക്കുന്ന കളവി, ഞാൻ ഓങ്ങി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കുറെ കാലം കൊണ്ട് എന്നാണ് പറയുന്നത്. അമ്മയോട് പറയുന്ന വാക്കാണ്. അപ്പോ ആ ദേഷ്യത്തെ നിങ്ങൾ നിയന്ത്രിക്കുകയല്ല വേണ്ട. ദേഷ്യം വേണ്ട, അമ്മയോട് ദേഷ്യം വേണ്ട. ഈ പ്രായം നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകുന്ന പ്രായമാണ്. നിങ്ങൾ അതിനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ ഒരു ശ്രമം ഞാൻ പറയാം, പിന്നീട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഈ പ്രായം നിങ്ങൾക്ക് നിഷേധമുണ്ടാകുന്ന പ്രായമാണ്. ഡിനേൽ, എല്ലാത്തിനെയും നിഷേധിക്കാനുള്ള, എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനുള്ള, കുറച്ച് അനുസരണക്കേടൊക്കെ കാണിക്കാവുന്ന, ചോദ്യം ചെയ്യാവുന്ന ഒരു പ്രായമാണിത്. കൗമാരത്തിൽ അത്രയൊക്കെ ഉള്ളൂ. ഈ പ്രായം മാനസികമായ സംഘർഷം എന്തെന്ന് ചോദിച്ചാൽ ഈ പ്രായത്തിൽ ചുമ്മാ അങ്ങ് ചോദ്യം ചെയ്യും. അമ്മമാരൊക്കെ മനസ്സിൽ വിചാരിക്കും കറക്റ്റ് അല്ലേ? ചോദ്യം ചോദിക്കുന്ന പ്രായമാണ്, നിഷേധത്തിന്റെ പ്രായമാണ്. ഉദാഹരണം ഞാൻ പറയാം.
ഇപ്പൊ നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു 5 വയസ്സോളപ്പോഴോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തോ പെൺകുട്ടികൾ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പ്ലേറ്റ് വീണ് പൊട്ടി, അമ്മ നിങ്ങളെ കണ്ടുകിട്ടി, നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കരയും. പ്ലേറ്റ് നോക്കും, പൊട്ടി. അമ്മ പൊട്ടി, അമ്മ പൊട്ടിയല്ല, പ്ലേറ്റ് പൊട്ടി അല്ലേ? വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. ഈ പ്രായത്തിൽ ഇതേപടി ഒരു ഗ്ലാസ് വീണ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വീണ് പൊട്ടുന്നു, അമ്മ നിങ്ങളെ വഴക്ക് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അമ്മയോട് ചോദിക്കും, എന്ത്? അമ്മയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീഴുന്നില്ലേ, ഉടയുന്നില്ലേ? ഗ്ലാസ്സായ വീഴും, ഉടയും, എന്ത് കുഴപ്പം? എന്ത് കുഴപ്പം? എന്ത് കുഴപ്പം എന്ന് ചോദിക്കും. നമ്മൾ അറിയാതെ വരുന്നൊരു എന്ത് കുഴപ്പം. ആൺകുട്ടികൾ നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5 വയസ്സോടെ അല്പം താമസിച്ചു വന്നു, അമ്മ എന്താടാ താമസിച്ചേ? ആൻസർ ഇല്ല. ഇപ്പൊ ഈ പ്രായത്തിൽ നിങ്ങൾ അല്പം താമസിച്ചു വരുന്നു, നിങ്ങളോട് ചോദിക്കും എന്താടാ താമസിച്ചെന്ന് ചോദിച്ചാൽ നിങ്ങളോടും ചോദിക്കും, എന്ത്? അച്ഛൻ താമസിച്ചു വരുന്നില്ലേ? ആണുങ്ങളായ കുറച്ച് താമസിക്കും, എന്ത് കുഴപ്പം? എന്ത് കുഴപ്പം എന്ന ഒരു ചോദ്യം വരുന്ന പ്രായമാണിത്. എല്ലാറ്റിനും ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. അത് വലിയ സംഭവമൊന്നും ആക്കി മാറ്റണ്ട. ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ നിഷേധപരമായ കാര്യങ്ങളൊക്കെ അങ്ങ് മാറും. ഇതിനകത്ത് ദേഷ്യത്തെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാൽ മതി? ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ മതി. 2, ഈ പ്രായത്തിൽ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ നിങ്ങൾക്ക് തോന്നും. ആൺകുട്ടികൾക്ക് തോന്നും ഞാനൊരു ആണായി എന്നൊരു തോന്നലും, പെൺകുട്ടികൾക്ക് +1 +2 ഒക്കെ ആകുമ്പോൾ ഞാൻ ആരായി? ഒരു പെണ്ണായി, ഇനി വേണേ കെട്ടിച്ചയക്കാം. നമ്മളായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വേണേ കെട്ടിച്ചയക്കാം അല്ലേ? അപ്പൊ അങ്ങനെ ഒരു കൂടുതൽ നമുക്കൊരു സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആൺകുട്ടികളും അതെ, പെൺകുട്ടികളും അതെ അല്ലേ? ഒരു 8ാം ക്ലാസ് ഒക്കെ തുടങ്ങി 9ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും കൂടുതൽ കണ്ണാടിയിൽ നോക്കുക, കൊള്ളാം അല്ലേ? പിന്നെ ഒന്നുകൂടെയൊക്കെ നോക്കുക, കൂടുതൽ സമയം അതിനകത്ത് വിനിയോഗിക്കാനുള്ള അല്ലെ? ആൺകുട്ടികൾ മീശയൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ അത്രയില്ല, എന്നാലും എന്ന് കറുത്ത് വരുമോ എന്തോ എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയൊക്കെയാണ് അല്ലേ? വഴിയിലൊക്കെ, വീട്ടിലൊക്കെ കണ്ണാടിയിൽ മാത്രമല്ല, വഴിയിലെങ്ങാനും ഒരു കാറൊക്കെ കിടന്നു കഴിഞ്ഞാൽ അതിന്റെ ഗ്ലാസ്സിലൊക്കെ നോക്കി മുടി ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മളൊരു ഇതുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പിന്നെ കാറ് കൊണ്ട് തിരുവനന്തപുരത്ത് ഇട്ടിരുന്നപ്പോൾ ഒരു +1 +2 പഠിക്കുന്ന പയ്യൻ വന്നൊരു 20 മിനിറ്റ് എന്ത് ചെയ്യുന്നു? തല ചെയ്യുന്നു. നിർത്തിയില്ലാതെ അവസാനം ഞാൻ ഗ്ലാസ് താഴ്ത്തിയിട്ട് ചോദിച്ചു, മക്കളെ ഞാൻ പൊയ്ക്കോട്ടാടാ എന്ന് ചോദിച്ചു. അപ്പൊ അത് സ്വാഭാവികമാണ് ഇതൊക്കെ. അപ്പൊ നിഷേധമുണ്ടാകും, സ്വാതന്ത്ര്യമുണ്ടാകും. അപ്പൊ ഇതൊന്ന് കൂടുതലായി പോകുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ വളരെ കൂടുതലായി പോകുന്നു എന്നുള്ളത് അമ്മമാര് ശ്രദ്ധിച്ചാൽ മതി. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനകത്ത് ചർച്ചകൾ ആവശ്യം. പിന്നെ 3ാമത് ഈ പ്രായത്തിൽ ഉണ്ടാവുന്ന എന്താ? നിഷേധം ഉണ്ടാവുന്നു, സ്വാതന്ത്ര്യം ഉണ്ടാവുന്നു. പിന്നെ ഈ പ്രായത്തിൽ എന്തുണ്ടാകും? പറ. എന്താ? പറയൂ. എന്താ? പിന്നെ ഈ പ്രായത്തിൽ എന്തുണ്ടാവും? പ്രേമമുണ്ടാകും. അതാണ് പച്ച മലയാളം. നമ്മളതിനെ വളച്ചു കെട്ടി അല്ലേ അഭിലാഷമുണ്ടാകും എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് പ്രേമമുണ്ടാകും അല്ലേ? സ്വാഭാവികമാണ്. ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ ഉണ്ടാകും. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകും? അട്രാക്ഷൻ ഉണ്ടാകും അല്ലേ? നമുക്കറിയാം അങ്ങനെ വേണ്ടാന്നൊക്കെ നമുക്കറിയാം. വീട്ടുകാർ നമ്മളെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അതുകൊണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രേമമൊന്നും വേണ്ടാന്നൊക്കെ അറിയാം. എന്നാലും ഒന്നുകൂടെ നോക്കാൻ തോന്നി, പിന്നെയും കാണാൻ തോന്നി, എന്താണെന്ന് അറിഞ്ഞുകൂടാ, കണ്ടോണ്ടിരിക്കുവാൻ തോന്നി അല്ലേ? അതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെയും പിന്നെയും കാണുവാൻ തോന്നുന്നു. നോക്കണ്ടെന്ന് വിചാരിച്ചതാണ് അല്ലേ? പിന്നെയും എന്തു ഭംഗി നിന്നെ കാണാൻ, ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കട്ടെ എന്നൊക്കെ തോന്നുന്ന ഒരു പ്രായമാണിതല്ലേ? പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ നമ്മൾ തീർക്കണം. ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നു, നമുക്ക് പ്രേമമുണ്ടാകുന്നു. പക്ഷെ മുതിർന്ന ആളുകൾ പറയുന്നു എന്താ? വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നത്. ഭയം കൊണ്ടല്ലേ? നമുക്ക് അഥവാ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് അതുകൊണ്ടല്ലേ? അഥവാ ആരെങ്കിലും നമ്മളൊരു ഇഷ്ടമാണെന്ന് പറഞ്ഞു, നമ്മളത് ആരും അറിയാതെ, വീട്ടിലൊന്നും അറിയാതെ, വേണ്ട കൂട്ടുകാരികൾ പോലും നമ്മൾ അറിയാതെ നമ്മൾ ശ്രദ്ധിക്കുക അല്ലെ? ഏറ്റവും അടുത്ത ആളോട് മാത്രം നമ്മൾ പറയും അല്ലേ, എൻ്റെ ആളാണ് അല്ലേ? നമ്മൾ വേറെ ആരോടും നമ്മൾ രഹസ്യമായി. കാരണം വീട്ടുകാരെ പേടി, അധ്യാപകരെ പേടി ഇല്ലേ? ഇനി ടീച്ചറായിട്ട് കണ്ടാലോ, ദൈവമേ പോയി തകർന്നു, അവര് കണ്ട്, വേറെ ആര് കണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു
അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ മനോഭാവങ്ങൾ. അച്ഛൻ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും, അമ്മ അറിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇതൊരു തെറ്റാണ് എന്ന് പറയുന്ന ഒരു ബോധം ഉള്ളിൽ കിടക്കുന്നുണ്ട്. വേണ്ട, തെറ്റാണ്, എന്നിട്ടും നമ്മൾ അറിയാതെയാണ് നമ്മൾ എന്തിൽ പെട്ടുപോകുന്നത്, ഈ ഇങ്ങനെയുള്ള ഒരു ധാരണയിലൊക്കെ നമ്മൾ വന്നു. അപ്പൊ വലിയ കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക്. പ്രേമിക്കണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മളെല്ലാം തീർത്തു പോകണമല്ലോ അല്ലേ? പ്രേമിക്കണോ വേണ്ടേ? നിങ്ങൾ പറ. വേണം. പിന്നെ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം കേൾക്കട്ടെ. പ്രേമിക്കണോ വേണ്ടേ? വേണ്ട. വേണം. വേണ്ട. വോട്ടെടുപ്പ് നടത്താം. എന്തായാലും വേണ്ട വേണമെന്ന് പറയുന്നതിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം കേൾക്കണ്ടേ? രക്ഷകർത്താക്കൾ ക്ഷമിക്കണം. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നതേ, നിങ്ങൾ ഈ കൗമാരത്തിൽ, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നിങ്ങൾ വളരെ നന്നായി പ്രേമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ. ഇളം കാറ്റ് പോലെയും കുളിർ കാറ്റ് പോലെയും ഒക്കെ നിങ്ങൾ പ്രേമിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാൻ പറയുന്നതിലെല്ലാം ഒരു പക്ഷയുണ്ട് കേട്ടോ, ഒരു ബട്ടുണ്ട്. അത് ഇപ്പോൾ ഉള്ളതുപോലെ ഈ എന്തെങ്കിലും നിങ്ങൾ കാണുന്നതോ കേൾക്കുന്നതോ ഇവിടെ എന്തായാലും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇവിടെ പ്രേമം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഉണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ ഉണക്ക പ്രേമമാണ്. അങ്ങനെ ഉണക്ക പ്രേമമല്ല വേണ്ടത്. സമ്പന്നമായി പ്രേമിക്കണം, വളരെ ശക്തമായി പ്രേമിക്കണം. ഇളം കാറ്റ് പോലെയും കുളിർ കാറ്റ് പോലെയും മഹാമലകൾ പോലെയും കൊടുമുടികൾ പോലെയും പർവ്വത ശിഖരങ്ങൾ പോലെയും ഒക്കെ പ്രേമിക്കണം. പക്ഷേ അത് ഇളം കാറ്റ് പോലെയും കുളിർ കാറ്റ് പോലെയും പർവ്വത ശിഖരങ്ങൾ പോലെയും കൊടുമുടി പോലെയും ഒക്കെ പ്രേമിക്കേണ്ടത് വഴിയോരത്തോ ക്യാമ്പസിലോ ക്ലാസ്സിലോ സ്കൂളിലോ കണ്ടുമുട്ടുന്ന ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ആയിരിക്കരുത്. പിന്നെയോ, ഗോ ടു യുവർ ഹോം, വീട്ടിലേക്ക് ചെല്ല്. അച്ഛനെ, അമ്മയെ, ആങ്ങളെ, പെങ്ങളെ, ചേട്ടനെ, ചേച്ചിയൊക്കെ ഇളം കാറ്റ് പോലെ കുളിർ കാറ്റ് പോലെ പർവ്വത ശിഖരങ്ങൾ പോലെ കെട്ടിപ്പിടിച്ച് പ്രേമിക്കേ. അവരെ പ്രേമിക്കാനുള്ള പ്രായമാണിത്. അവരെ പ്രേമിക്കാനുള്ള പ്രായമാണ്. അവരെ മാത്രം പ്രേമിക്കാനുള്ള പ്രായമാണ്. നിങ്ങൾ ഈ പ്രായത്തിൽ പ്രേമിക്കരുത് എന്ന് ഞാൻ പറയുകയേയില്ല. നിങ്ങൾ പ്രേമിക്കണം. കാരണം ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട രക്ഷാകർത്താക്കൾ കേൾക്കണേ, നിങ്ങൾ ഈ പ്രായത്തിൽ ഈ പെൺമക്കളെയും ആൺമക്കളെയും പ്രേമിക്കണം, ശക്തമായി പ്രേമിക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ ആ പറയുന്നത്, നിങ്ങൾ ഈ പ്രേമം എന്ന് പറയുന്ന ഒരു വാക്കിനെ വേറൊരു ആംഗിളിൽ നിങ്ങൾ കാണരുത്. നിങ്ങൾ വളരെ ശക്തമായി സ്നേഹിക്കണം. ഇതിനകത്ത് എത്ര അമ്മമാരുണ്ട് ഈ പെൺകുട്ടികളെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്ന? എത്ര അമ്മമാരുണ്ട്? കൈയൊന്നും ഉയർത്തണ്ട, ഞാനങ്ങ് പറഞ്ഞു തരിക. നിങ്ങളും കൂടെ ശ്രദ്ധിക്കണം, അമ്മമാരും ശ്രദ്ധിക്കണം. ഈ പ്രായം ശരീരം പ്രേമം ആവശ്യപ്പെടുന്ന പ്രായമാണ്. ചൈൽഡ്ഹുഡിൽ അങ്ങനെയില്ല. 1.5 വയസ്സിലോ 2 വയസ്സിലോ 3 വയസ്സിലോ ശൈശവത്തിലുണ്ട്, ശൈശവമുണ്ട്. അത് കഴിഞ്ഞാൽ ഏതാണ്ട് കൗമാരം എത്തുന്നത് വരെ ശരീരം പ്രേമം ആവശ്യപ്പെടുകയില്ല. പ്രത്യേകിച്ച് ബാല്യത്തിൽ കുട്ടികളെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ചാൽ അവർ അങ്ങോട്ട് പോകും, കുതറി മാറിപ്പോകും. കുട്ടികളെ പിടിക്കുന്ന ഇഷ്ടമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബട്ട് കൗമാരം ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായമാണ്. ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ശരീരം ശൈശവത്തിൽ എന്നതുപോലെ ശരീരം പ്രേമം ആവശ്യപ്പെടുന്ന പ്രായമാണ്. എല്ലാ അമ്മമാരോടും എനിക്ക് പറയേണ്ടത്, നിങ്ങളുടെ മക്കളെ കെട്ടിപ്പിടിച്ച് പ്രേമിക്കണം, കെട്ടിപ്പിടിച്ച് സ്നേഹിക്കണം. ഈ പെൺമക്കളെയൊക്കെ പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണം. അമ്മമാരെ കെട്ടിപ്പിടിച്ച് അവരോട് പറയണം, ഐ ലവ് യു എന്ന് പറയണം. ഇപ്പൊ നിങ്ങൾ ചിരി വരുന്നു അല്ലെ, ഐ ലവ് യു. കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താ, അയ്യേ അമ്മയെ പറയേണ്ടത്, ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ വേറെ എവിടെ പറയാനുള്ളത് അല്ലേ എന്നാണ് അല്ലേ നമ്മൾ വിചാരിക്കുന്നത്. മക്കളെ വീട്ടിൽ മുഴങ്ങണം, ഐ ലവ് യു. വീട്ടിൽ മുഴങ്ങണം, പപ്പ ഐ ലവ് യു, പപ്പ എനിക്കിഷ്ടവാ, പപ്പ അല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളേ, പപ്പ എനിക്കിഷ്ടവാ, അല്ലെങ്കിൽ വാപ്പച്ചി എനിക്കിഷ്ടവാ, അമ്മ ഐ ലവ് യു അമ്മ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മക്കളെ, എന്തുകൊണ്ടെന്നറിയാമോ? നിങ്ങൾക്കൊരു അമ്മയുണ്ട്, ബഹുഭൂരിപക്ഷത്തിന് ഒരു അമ്മയുണ്ട്. അതുകൊണ്ട് അമ്മയോട് പറയണം, അമ്മ എനിക്കിഷ്ടവാ, ഐ ലവ് യു. അവിടെ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ, അവിടെ തീരാവുന്നതേ ഉള്ളൂ കൗമാരത്തിന്റെ പ്രതിസന്ധികൾ. ഒന്നും രഹസ്യമായി വെക്കരുത്, എല്ലാം അമ്മമാരോട് പറയണം. അമ്മമാരെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കണം. കാരണം ഈ പ്രായം നിങ്ങൾ അറിയാതൊരു നിഷേധമുണ്ടാകുന്ന പ്രായമാണ്. വീട്ടിൽ നിന്ന് നിങ്ങൾ അകലാനുള്ള പ്രായവും കൂട്ടുകാരോട് അടുക്കുന്ന പ്രായമാണിത്. കൂട്ടുകാരോട് എല്ലാം പറയും. കൂട്ടുകാർ വന്നില്ലെങ്കിൽ നമുക്ക് ആകെ വിഷമാണ്,
എല്ലാം കൂട്ടുകാരോട് പറയും. കൂട്ടുകാരാണ് പ്രാണൻ. അച്ഛനാ അച്ഛൻ, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി തരേണ്ട ആള് അല്ലേ. അമ്മ പിന്നെ അമ്മയെ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെ. എന്നാലും ഒരു നമ്മൾ അറിയാതെ, നിങ്ങളത് മനസ്സിലാക്കണം, ഈ പ്രായത്തിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് അകലും. ആരോട് അടുക്കും? സൗഹൃദത്തോട്. നല്ല കുഴപ്പമൊന്നുമില്ല, അടുക്കും. അപ്പൊ വീട്ടിൽ നിന്ന് അകലാതിരിക്കാനുള്ള, വീട്ടിൽ നിന്ന് അകന്നു പോകാതിരിക്കാനുള്ള ഒരു മനഃശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങളായി വീട്ടിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കണം. ഈ പ്രായത്തിൽ നിങ്ങൾ അറിയാതെ അകലുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അടുക്കണം. അറിയാതെ അകലുമ്പോൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? അടുക്കണം. ഒന്നുകൂടെ, എങ്ങനെ? അറിയാതെ അകലുന്ന പ്രായമാണ്. അറിയാതെ കുടുംബത്തിൽ നിന്ന് അകലുമ്പോ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? അടുക്കണം. അറിഞ്ഞുകൊണ്ട് അടുക്കണം. അതിനാ പപ്പ ഐ ലവ് യു പപ്പ, എനിക്കിഷ്ടമാ പപ്പ, അമ്മ 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 ചുമ്മാ അമ്മ അമ്മ. ഇത് കണ്ടീഷൻ ചെയ്യണം, ഇത് സെറ്റ് ചെയ്യണം. വിളിച്ച് സെറ്റ് ചെയ്യണം. മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല മക്കളെ. അതിനുള്ളൊരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സൈക്കോളജിയാ, പിയർ സൈക്കോളജിന്റെ ടേമും പേരൊന്നും ഞാൻ പറയുന്നില്ല. ചുമ്മാ അമ്മ അമ്മ, അച്ഛാ, പപ്പ, പാപ്പച്ചി, ഐ ലവ് യു പാപ്പച്ചി. വെറുതെ ഞായറാഴ്ചകളിൽ ഇരിക്കുമ്പോ ചുമ്മാ പപ്പയുടെ അടുത്ത് ഓടി ചെന്നിട്ട് പപ്പയ്ക്ക് ഒരു ഉമ്മയെ കൊടുത്തിട്ടുണ്ട്, പപ്പ ഐ ലവ് യു അല്ലേ, എന്റെ പഞ്ചാര പപ്പയല്ലേ എന്ന് ആൺകുട്ടികളെല്ലാം ആ തരത്തിൽ നിങ്ങൾ കുറെ കൂടെ കണ്ടീഷൻ ചെയ്യണം. ലാഘവത്തോടെ നിങ്ങളെ ഫാദറിനെ സമീപിക്കാൻ നിങ്ങൾ ഗൗരവത്തോടെയല്ല. അവരെങ്ങനെയുള്ള അത് ഞാൻ പറയാം. അങ്ങനെ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരണം. കുടുംബത്തോട് അടുക്കണം. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? പറ. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതുപോട്ടെ. കുടുംബത്തിന് ഇംഗ്ലീഷ് എന്താ? ഫാമിലിയുടെ അർത്ഥം എന്താ? കുടുംബത്തിന് ഇംഗ്ലീഷ് എന്താ? ഫാമിലിയുടെ അർത്ഥം എന്താ? നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലർക്കെങ്കിലും. അങ്ങനെ അറിയാവുന്നവരാരും വിളിച്ചു പറയണ്ട. അറിഞ്ഞുകൂടാത്തവർക്ക് മാത്രമായി ഫാമിലിക്ക് വേറൊരു അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഫാമിലിയുടെ അർത്ഥം എന്താ? കുടുംബം. കുടുംബത്തിന് ഇംഗ്ലീഷ് എന്താ? ഫാമിലി. ഫാമിലിക്ക് മറ്റൊരു അർത്ഥം നമുക്ക് ഉണ്ടാക്കി എടുത്ത് നോക്കാം. ഫാമിലിയുടെ സ്പെല്ലിംഗ് എന്താ? FAMILY. വടക്കോട്ട് എഴുതിയാലും കിഴക്കോട്ട് എഴുതിയാലും മുകളിലോട്ട് എഴുതിയാലും താഴോട്ട് എഴുതിയാലും FAMILY തന്നെയല്ലോ. നമുക്ക് താഴോട്ട് എഴുതാം FAMILY. A ഫോർ ആപ്പിൾ, B ഫോർ ബാഗ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ഓരോ അക്ഷരത്തിനും ഓരോ വാക്കുകൾ ഉണ്ടാക്കിയെടുക്കാം. F ഫോർ ഫാദർ. ഒരു സ്കൂളിൽ ചോദിച്ചപ്പോ എന്റെ അടുത്ത് പിള്ളേർ പറഞ്ഞു അമ്മ അല്ല. ആൻഡ് M മദർ, I അങ്ങനെ നടന്നോട്ടെ. L ലവ്, Y യു. ഇനി വായിക്കും മക്കളെ. ഫാമിലി, ഫാദർ ആൻഡ് മദർ, I love you. That is family. Father and mother, I love you. ഇതാണ് ഫാമിലി. കുടുംബം എന്ന വാക്ക് നിങ്ങൾ കളയൂ. പിന്നെന്താ വേണ്ടേ? ഫാദർ ആൻഡ് മദർ, I love you. ഫാമിലി. FAMILY. ഫാദർ ആൻഡ് മദർ, I love you. അങ്ങനെ വേണ്ടേ മക്കളെ? അങ്ങനെ സ്നേഹിക്കണം നിങ്ങൾ അവരെ. അങ്ങനെ സ്നേഹിക്കാൻ നിങ്ങൾ രഹസ്യങ്ങൾ വെക്കരുത്. നിങ്ങളെല്ലാം പറയണം. സർവകാര്യങ്ങളും നിങ്ങൾ അമ്മമാരോട് പറയണം. നിങ്ങളോട് ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞു, നിങ്ങളോട് ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞു, ആൺകുട്ടികളോട് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോട് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു നിന്നെ എനിക്ക് ഇഷ്ടമാണ്, അതും നിങ്ങൾ വീട്ടിൽ പോയി പറയണം. എല്ലാം പറയണം അല്ലേ? ചെന്ന് നേരെ അമ്മ പിന്നെ അമ്മ ഇഷ്ടമാണെന്ന് പറയുന്നു, ഞാൻ കെട്ടിക്കോട്ടെ. ആ ഒരു ലൈനിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെല്ലാം പറയണം, സർവ്വതും തുറന്നു പറയണം. ഇപ്പൊ ഒരു ആള് പറഞ്ഞു ഇഷ്ടമാണ് എന്ന് നമ്മൾ, അതൊക്കെ സ്വാഭാവികമാണ്. ഒരാൾ നമ്മളോട് ഒന്ന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു, നമുക്കാണെങ്കിൽ ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. നമുക്ക് വീട്ടുകാരെ പേടി. അപ്പൊ നമ്മൾ വീട്ടിൽ പോയി എങ്ങനെ പറയും? രക്ഷാകർത്താക്കളോട് ഞാൻ പറയും ഇവരെ പറയാൻ അനുവദിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പറയണം. ചെന്നോടൻ നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഇങ്ങനെയെല്ലാം പറയാം. പിന്നെ അമ്മ പിന്നെ അമ്മ എന്താ അല്ല ഒന്നുമില്ല പിന്നെ പറയാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ മറ്റേ അവനെ അവൻ അവൻ പറയാ എന്ത് പറഞ്ഞു? അവൻ ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു ഇങ്ങനെ കടയിൽ പോണ കാര്യമൊക്കെ അത്രയും. പിന്നെയും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചോദിക്കാം അമ്മ പിന്നെ അമ്മയുടെ അടുത്ത് ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും? അമ്മയുടെ അടുത്ത് എങ്ങനെ പറയും ഇല്ലേ?
എന്നൊക്കെ പറഞ്ഞ് അവസാനം പറയാം. പിന്നെ അമ്മ മറ്റേ അവിടുത്തെ അവൻ എൻ്റെ അടുത്ത് പറയുക എന്നെ ഇഷ്ടമാണെന്ന്. ഞാൻ എന്ത് പറയണം? എന്നൊരു പെൺകുട്ടിക്കും കേരളത്തിലെ അമ്മമാരോട് പറയാൻ ധൈര്യമില്ല. കാര്യം എന്താണെന്നറിയാമോ? അമ്മ ഉടൻ പറയും, നീ പറയണ്ട, നിന്റെ